So, welcome to this session. I am Unnikrishnan, Academic Counselor, Regional Office, IGNOU Regional Office, Kochi. Today, I will be taking Unit 10, okay, of BPAC 133. BPAC 133 യൂണിറ്റ് 10 ആണ് എടുക്കുന്നത്. ഈ യൂണിറ്റ് 10ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം സെറ്റപ്പ് ചെയ്ത അനവധി കമ്മീഷൻസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണലി ക്രിയേറ്റഡ് കമ്മീഷൻസ്. അതിനൊപ്പം അനുബന്ധമുള്ള മറ്റുള്ള ബോഡീസും, ഓട്ടോണമസ് ബോഡീസും പലതും ത്രൂ സം അതർ വേ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്. ആദ്യമായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കമ്മീഷൻസ് ഇൻ ഇന്ത്യ യൂണിറ്റ് 10. അതിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, നിതി ആയോഗ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല, അത് ഡീറ്റെയിൽ പിന്നീട് പറഞ്ഞുതരാം. രണ്ടാമതായി UPSC, അതും എക്സ്പ്ലനേഷൻ പിന്നീട്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ, ഫൈനാൻസ് കമ്മീഷൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ. ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഇതാണ്. ഭരണഘടനാ പ്രകാരം നിലവിലുള്ള ഓരോരോ ഇതാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഇതിലത്തെ ഓരോരോ ചെയർമാനൊക്കെ സെലക്ട് ചെയ്യണം. അത് ഓരോന്നിൻ്റെ വിശദീകരിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇതിൻ്റെ ഓബ്ജക്റ്റീവ്സ് 7 പില്ലർ. അതായത് ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദ 7 പില്ലേഴ്സ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിങ് ഇന്ത്യ. നിതി ആയോഗിന്റെ പ്ലാനിംഗ് കമ്മീഷൻ, പണ്ടത്തെ പ്ലാനിംഗ് കമ്മീഷനാണ് നിതി ആയോഗ്. അതിൻ്റെ 7 തൂണുകൾ അതിനെ പറ്റിയിട്ട് പറയും. പിന്നെ ഇത് ഓബ്ജക്റ്റീവ്സ് ആണ്, എക്സ്പ്ലനേഷൻ വിൽ ഫോളോ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് കോമ്പോസിഷൻ, ഫങ്ഷൻ, UPSCയുടെ കോമ്പോസിഷൻ, അതായത് എങ്ങനെ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരണം, UPSCയിൽ ആരൊക്കെ ഭാരവാഹികൾ, അവരുടെ ഫങ്ഷൻ എന്താണ്. അടുത്തത് ഹൈലൈറ്റ് ഇലക്ഷൻ കമ്മീഷണർ, അതെങ്ങനെ സെറ്റപ്പ് ചെയ്യണം, അവരുടെ പ്രൊസീജിയർ, ഫങ്ഷൻസ്. അത് കഴിഞ്ഞ് മോഡേണൈസേഷൻ ഓഫ് ഇലക്ഷൻ പ്രോസസ്സ്. ഓക്കെ, മോഡേണൈസേഷൻ, എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് അത്. പിന്നെ അടുത്തത് പ്രൊസീജിയർ ഓഫ് വർക്കിംഗ് ഫങ്ഷൻ ഓഫ് ഫൈനാൻസ് കമ്മീഷൻ. അതും നമ്മുടെ 5 കൊല്ലത്തിലൊരു പ്രാവശ്യം പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തതാണ് ഫൈനാൻസ് കമ്മീഷൻ. അതിൻ്റെ എന്താ ഫങ്ഷൻ എന്ന് പിന്നീട് പറഞ്ഞുതരാം. അതിനോടൊപ്പം ദ റോൾ ഓഫ് ചീഫ് വിജിലൻസ് കമ്മീഷൻ, CVC. ഒപ്പം റിപ്പോർട്ട്സ് ഓഫ് 2 അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഏത് വിധത്തിൽ റിഫോം ചെയ്യണം, നവീകരിക്കുക. അതായത് പഴയതാണല്ലോ, നമ്മൾ പണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പലത് പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കണം. അതെങ്ങനെ നമ്മൾ റിഫോം ചെയ്യണം, ഓരോരോ കമ്മീഷൻസ് പുതിയ ക്ലോസസ് ആഡ് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, അതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയാനുള്ളൊരു വേറൊരു പോയിന്റ് ഈ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പേ, അതായത് ഈ നോക്കൂ, ഇതില് നമ്മുടെ ഭരണഘടന പ്രകാരം നിലവിലിരിക്കുന്നത് ഏതൊക്കെയാണ് ബോഡീസ് അറിയോ? ഭരണഘടന പ്രകാരം നിതി ആയോഗ്, അതായത് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോർമിങ് ഇന്ത്യ. അടുത്തത് UPSC, ഭരണഘടന പ്രകാരമുള്ളതാണ്. എഗെയിൻ ഭരണഘടന പ്രകാരമുള്ള അറ്റോർണി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതും കോൺസ്റ്റിറ്റ്യൂഷണലി ക്രിയേറ്റഡ് ബോഡിയാണ്, ഭരണഘടന പ്രകാരമുള്ളതാണ്. അതേ പ്രകാരം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അതായത് ഏറ്റവും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്ന സുപ്രീം കോടതി, അയാളെ ഈക്വലൻ ടു സുപ്രീം കോടതി ജഡ്ജ്, അയാളെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റാണ്. അതും നമ്മുടെ ഭരണഘടനാ പ്രകാരമുള്ള സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഫൈനാൻസ് കമ്മീഷൻ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ ഒന്നും കൂടി ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ SCs ആൻഡ് ST, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. അതും ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലാതെ ഇത് ബുക്കിലില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. ഇനി ബോഡി അല്ലാതെ വളരെ പ്രധാനപ്പെട്ട വേറെ ചില നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. അതേതൊക്കെയാണ്? ചിലത് മാത്രം പറയാം. ഒന്ന്, നിതി ആയോഗ് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലി ക്രിയേറ്റഡ് അല്ല നിതി ആയോഗ് കേട്ടോ. അത് നിതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനാണ്. അതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞാൽ അത് വേണം,
നമ്മുടെ ഭരണഘടന സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്. പക്ഷേ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, ഫൈനാൻസ് കമ്മീഷൻ, ഇതൊക്കെ ഭരണഘടനാപരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നിതി ആയോഗ്. പക്ഷെ അത് അത്യാവശ്യമാണ്, ഇതൊക്കെ അത്യാവശ്യമാണ്. പിന്നെ അടുത്തത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC, അതും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. ഓരോരോ കാര്യങ്ങൾ, സ്പെസിഫിക് കാര്യങ്ങൾ നോക്കാനാണ് ഇവർക്ക്. പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. പിന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഇതെല്ലാം നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. ഇനിയും പലതും ഉണ്ട്. അപ്പൊ ഇത്രത്തോളം തൽക്കാലം അറിഞ്ഞാൽ മതി, കാരണം നിങ്ങളതല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ് ആൾറെഡി പറഞ്ഞു. എലൂസിഡേറ്റ് ഓൺ ദ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ക്ലിയർ, എക്സ്പ്ലെയിൻ, അതാണ് അതിൻ്റെ അർത്ഥം, എലൂസിഡേറ്റ്, കേട്ടോ. ഓക്കെ, അടുത്ത് ഇൻട്രൊഡക്ഷൻ, അതായത് കമ്മീഷന്റെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. എന്താണ് കമ്മീഷൻ? അപ്പാർട്ട് ഫ്രം ദ ഇന്റിഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് എ ഡിപ്പാർട്ട്മെന്റൽ സെറ്റപ്പ്, ദർ ആർ എ നമ്പർ ഓഫ് അതർ ഓർഗനൈസേഷൻ ഇൻഡിപെൻഡന്റ് ബോഡി. ഇതപ്പം പറഞ്ഞുള്ളൂ. ഇത് കൂടാതെ പലതുമുണ്ട്, ചിലതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അത് പ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് നിതി, അതായത് നിതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, UPSC, ഇലക്ഷൻ കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ. ഹിയർ there will be 6 യൂണിറ്റ്. ഇതിനെ സംബന്ധിച്ച് 6 യൂണിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചെറിയ ചെറിയ യൂണിറ്റ് ആണ്. അതായത് ഓരോന്നിനെ പറ്റിയിട്ടും, എന്താണ് നിതി ആയോഗ്, എന്താണ് UPSC, എന്താണ് ഇലക്ഷൻ കമ്മീഷൻ, എന്താണ് ചീഫ് വിജിലൻസ് കമ്മീഷൻ, എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ, ഇതിനെ പറ്റിയിട്ട് ചെറിയ ചെറിയ ചാപ്റ്ററിന്റെ യൂണിറ്റ് ഉണ്ട്. അത് വിശദീകരിച്ച് പറഞ്ഞു തരും. യെസ്, അടുത്തത് കമ്മീഷൻസ് ഇൻ ഇന്ത്യ. നോക്കൂ, ഇവിടെ the Constitution of India has made provisions for the commissions and institutes and they enjoy a constitution. പറഞ്ഞു, ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ചിലത്. Some of these commissions and institutes, അതായത് UPSC, ഫൈനാൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണലി ക്രിയേറ്റഡ് ബോഡിയാണ്. ഗവർണർ, പ്രസിഡന്റ്, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വൈസ് പ്രസിഡന്റ്, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണലി ക്രിയേറ്റഡ് ഉള്ള ഓരോരോ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ, കേട്ടോ. അപ്പോ പിന്നെ there are certain bodies like national നിധി that are created by ഇത് ഗവൺമെന്റ് ഓർഡർ പ്രകാരമാണ് ക്രിയേറ്റ് ചെയ്താണ് ഈ നിതി ആയോഗ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം, അതിന്റെ പല ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. അടുത്ത് these bodies are assigned specific powers and functions that enable them to work. അത് ഈ പറഞ്ഞ കാര്യം ഇതിനൊക്കെ സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. അപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ടും ഇവരുടെ എന്താണ് ഫംഗ്ഷൻ എന്നും ഓരോന്നിന്റെയും പറഞ്ഞു തരും, വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് അറിയോ? രാഷ്ട്രീയപരമായ യാതൊരു ഇടപെടലും ഇതില് പാടില്ല. ഏതറിയോ? ഫൈനാൻസ് കമ്മീഷനിൽ നിങ്ങൾ എങ്ങനെ ഇറ്റ് ഈസ് മെന്റ്, അതിൽ ഒബ്ജക്റ്റീവ് അറിയുമ്പോൾ അറിയാം നിങ്ങൾക്ക്. ഇലക്ഷൻ കമ്മീഷനിൽ എങ്ങനെ രാഷ്ട്രീയ ഇടപെടുന്നത്? അവരുടെ ഡ്യൂട്ടി ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാണ്. അത് എന്താണ്, അത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന്റെ ഇമ്പോർട്ടൻസ്. അവിടെ രാഷ്ട്രീയ ഇടപെടലിന് പറ്റില്ല. പിന്നെ UPSC പറ്റില്ല, ഫൈനാൻസ് കമ്മീഷനിൽ പറ്റില്ല, പിന്നെ അറ്റോർണി ജനറൽ പറ്റില്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറ്റില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഇടപെടലില് ഇത് വളരെ വളരെ റയറാണ് ഇത്. പിന്നെ ദീസ് ബോഡീസ് ആർ അസൈൻ സ്പെസിഫിക് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ ടു എനേബിൾ ദം വർക്ക്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവരൊക്കെ ഫംഗ്ഷൻ ചെയ്യണം. കാരണം എന്താ അറിയോ? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഈസ് ദ ചീഫ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി. പ്രസിഡന്റിനോ എപ്പോ വേണമെങ്കിലും ക്ലാരിഫിക്കേഷൻ, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയോട് ചോദിക്കാം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ അതേമാതിരി അയാൾ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. അയാള് സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറിയാണ്, സ്റ്റാറ്റസ് ആണ്, ചീഫ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഹീസ് അഡ്വൈസിങ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൾസോ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്തെങ്കിലും ലോ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോടാണ് ചോദിക്കുക. ദാറ്റ് ഈസ് ഫൈനൽ. പിന്നെ വേറൊന്ന്, അതേമാതിരി സുപ്രീം കോടതി അതെ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താണ് എന്ന് ചോദിക്കുന്നത് അറ്റോർണി ജനറലോടാണ്. അത് ഫൈനലാണ്. പിന്നെ വേറൊരാളോട് ചോദിക്കില്ല. അപ്പൊ അയാളെ മനസ്സിലായി എത്ര യോഗ്യത എന്ന്. പിന്നെ വേറൊന്ന്, ദീസ് ബോഡി പ്രൊവൈഡ് ദ ഗവൺമെന്റ് വിത്ത് പോളിസി. ഈ ബോഡീസ് എല്ലാം, ഈ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞില്ലേ, അവരൊക്കെ ഗവൺമെന്റിന് വേണ്ടി പല പല പോളിസി ഉണ്ടാക്കുന്നു.
റിലവൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നു, സപ്ലൈ ചെയ്യുന്നു, ഓരോരോ അസിസ്റ്റൻസ് കൊടുക്കുന്നു, സഹായം ചെയ്യുന്നു. ഇനി യൂണിറ്റ് 10A നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിതി ആയോഗ്. നിതി ആയോഗ് പണ്ടത്തെ പ്ലാനിംഗ് കമ്മീഷൻ. ഇപ്പോൾ ഇത് നോക്കൂ, സിൻസ് 1950 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് അറ്റംപ്റ്റഡ് ടു ബ്രിങ് അബൌട്ട് റാപ്പിഡ് സോഷ്യൽ. പണ്ടേ ഇത് നിതി പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. ഈ പ്രധാനമന്ത്രി നെഹ്റു, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആ സമയത്ത് ഇത് ഇതിനെ പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ടു ക്യാരി ഔട്ട് ദിസ് ടാസ്ക് വാസ് ദ പ്ലാനിംഗ് കമ്മീഷൻ വിച്ച് വാസ് ലോഞ്ച്ഡ്. 1950 ശരിക്കും പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത് പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് വാസ് ഫംഗ്ഷനിങ് ടിൽ ദ എൻഡ് ഓഫ് 2014. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ 1950 മുതൽ 2004 വരെ 1 ഓക്കെ റൈറ്റ് യെസ് ഓക്കെ എൻഡ് ഓഫ് ഓക്കെ 1 ജനുവരി 15 മുതലാണ് പിന്നെ 2015 മുതലാണ് നാഷണൽ നമ്മുടെ നിതി ആയോഗ് നിലവിൽ വന്നത്. അതായത് 1950 മുതൽ 2014 വരെ ഡിസംബർ 31 വരെ 2014 അതിന് പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ ജനുവരി 1 മുതൽ 2015 അതിന് നാഷണൽ നമ്മുടെ നിതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന് പകരം ഈ പേരാണ്. ഓക്കെ, സോ ദെയറാഫ്റ്റർ ജനുവരി 1, 2015 അപ്പൊ ഇതിന്റെ ഓൾഡ് പേര് പ്ലാനിംഗ് കമ്മീഷൻ കേട്ടോ. ഇപ്പോഴത്തെ പേര് നിതി ആയോഗ്. ഇപ്പൊ നിതി ആയോഗ് എന്ന് പറയാൻ പറ്റൂ കേട്ടോ. ഇനി ഇതിന്റെ ഘടന എങ്ങനെയാണ്? കോമ്പോസിഷൻ. ഇത് ഒരു കമ്മീഷനാണ്. ഇതിന്റെ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്, പ്രധാനമന്ത്രി. വൈസ് ചെയർപേഴ്സൺ അത് ക്യാബിനറ്റ് മിനിസ്റ്റർ സ്റ്റാറ്റസ് ആണ്. അത് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. വൈസ് ചെയർമാന് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ. അപ്പൊ പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർപേഴ്സൺ കേട്ടോ. വൈസ് പേഴ്സൺ പ്രൈം മിനിസ്റ്ററാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അയാളെ. അതായത് അയാൾക്ക് പ്രൈം മിനിസ്റ്റർക്ക് എല്ലാം നോക്കാൻ പറ്റില്ലല്ലോ, ഡേ ടു ഡേ ഫംഗ്ഷൻ നോക്കാൻ പറ്റില്ലല്ലോ. പ്രൈം മിനിസ്റ്റർ എത്രയോ വലിയ. അപ്പൊ അയാൾക്ക് വേണ്ടി ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗവേണിംഗ് കൗൺസിൽ ഉണ്ട് ഇവരുടെ. ഈ ഗവേണിംഗ് കൗൺസിൽ എല്ലാ ഇന്ത്യയിലത്തെ ചീഫ് മിനിസ്റ്റർമാര് 28 സ്റ്റേറ്റ്, പിന്നെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓർ യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറി ഇപ്പൊ ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, അന്തമാൻ നിക്കോബാർ അതൊക്കെ ഇല്ലേ, അവിടെ ലെഫ്റ്റനന്റ് ഗവർണറാണ് ചീഫ് മിനിസ്റ്റർക്ക് പകരം. ഈ യൂട്ടിയില് മനസ്സിലായില്ലേ? ഇപ്പൊ ജമ്മു കാശ്മീരില് അവിടെ ലെഫ്റ്റനന്റ് ഗവർണറാണ്. ജമ്മു ഇതില്ലേ ലഡാക്ക് എന്താണ് പറയാ അതിന് ജമ്മു, അതിന് ലെഫ്റ്റനന്റ് ഗവർണറാണ്. അപ്പൊ അവരെ ചീഫ് മിനിസ്റ്ററുടെ പദവിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ചീഫ് മിനിസ്റ്റർമാരും എല്ലാ യൂണിയൻ ടെറിട്ടറിയിലെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സും, യൂണിയൻ ടെറിട്ടറി ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് എന്ന് പറയാം, ചീഫ് മിനിസ്റ്റർ എന്ന് പറയില്ല. പക്ഷേ ഡൽഹിയില് യഥാർത്ഥത്തിൽ കാരണം ഇലക്ഷൻ നടക്കുന്നതിന്റെ അസംബ്ലി ഉണ്ട്. അതുകൊണ്ട് ഡൽഹി യൂണിയൻ ടെറിട്ടറി ആയിട്ട് ശരിക്ക് യൂണിയൻ ടെറിട്ടറിയാണ്, സ്റ്റേറ്റുമാണ്. കാരണം അവിടെ അസംബ്ലി ഉണ്ട്, മറ്റുള്ളവരുടെ അസംബ്ലി ഇല്ല. അതാണ് വേറൊരു പ്രത്യേകത കേട്ടോ. പിന്നെ അപ്പൊ എല്ലാ ഇതിന്റെ അപ്പൊ ഒന്ന് പ്രൈം മിനിസ്റ്റർ, ഒന്ന് വൈസ് ചെയർമാൻ, അത് കഴിഞ്ഞിട്ട് എല്ലാ ചീഫ് മിനിസ്റ്ററും, എല്ലാ ലെഫ്റ്റനന്റ് ഗവർണേഴ്സും, പിന്നെ റീജിയണൽ കൗൺസിൽ ഉണ്ട്. അത് അപ്പോയിന്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഫോർ, അതായത് വെസ്റ്റേൺ റീജിയൻ, സതേൺ റീജിയൻ, ഈസ്റ്റേൺ റീജിയൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോർത്തേൺ റീജിയൻ ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടുത്തെ മാത്രം മുഖ്യമന്ത്രിമാര്. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പൊ നോക്കൂ, ബ്രഹ്മപുത്ര റിവർ, ഗംഗാ റിവർ, അതിനെന്തിനാ നമ്മള് തമിഴ്നാട് ചീഫ് മിനിസ്റ്ററെയും അതേമാതിരി കേരള ചീഫ് മിനിസ്റ്ററെ അല്ലെങ്കിൽ കർണാടക ചീഫ് മിനിസ്റ്റർ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഗംഗ നദി ഇതിന് ഒഴുകുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിമാരെ. അപ്പോൾ അതിനുവേണ്ടി ഒരു കൗൺസിൽ ഉണ്ട് ചില സമയത്ത്. പർട്ടിക്കുലർ ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ ആസാമിൽ പ്രശ്നമുണ്ട്, ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ളവരെ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം. അപ്പൊ അവിടുത്തെ ചീഫ് മിനിസ്റ്ററും മേഘാലയ, നാഗാലാൻഡ് ഒക്കെ സിമിലർ പ്രോബ്ലംസ് ആണ്. അപ്പൊ അങ്ങനെ മനസ്സിലായില്ലേ? അപ്പൊ അവരെ വിളിക്കും പ്ലാനിംഗ് കമ്മീഷന്റെ. പിന്നെ യെസ്, റീജിയണൽ കൗൺസിലിലെ ഒരു സ്പെസിഫിക് ടൈമിനാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട് പ്ലാനിംഗ് കമ്മീഷനിൽ, പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഈ റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ട്, എക്സ് ഒഫീഷ്യോ കപ്പാസിറ്റി ഉണ്ട്. അതായത് ഒരാൾ അതായതുകൊണ്ട് ഇതിൽ മെമ്പർ, അതായത് ജോയിന്റ് സെക്രട്ടറി ആയതുകൊണ്ട് ഇതിലൊരു മെമ്പർ, അങ്ങനെയൊക്കെ. പാർട്ട് ടൈം മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ഓൺ റൊട്ടേഷണൽ ബേസിസ്. പാർട്ട് ടൈം മെമ്പറൊക്കെ പെർമനന്റ് കിട്ടില്ല, 2 കൊല്ലം കഴിഞ്ഞ് വേറെ, അത് കഴിഞ്ഞ് ചിലപ്പോൾ 1 കൊല്ലത്തിന് അപ്പോയിന്റ് ചെയ്യുക, ചിലപ്പോൾ 2 സയന്റിഫിക് അഡ്വൈസേഴ്സ് ഒക്കെ ഉണ്ട് ചില സമയത്ത്. അതൊക്കെ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് മാറും. പിന്നെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് മാക്സിമം 4 പേരാണ് പെടൂ ഓഫ് ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ.
അതായത് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൽ വളരെ ചിലപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കും, അങ്ങനെ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യും. ഇവരൊക്കെ കൂടിയതാണ് ഈ നമ്മുടെ നിതി ആയോഗ്, അതായത് നിതി, മനസ്സിലായോ? അതായത് പ്രൈം മിനിസ്റ്റർ, വൈസ് പേഴ്സൺ, ചെയർമാൻ, വൈസ് ചെയർമാൻ, ചീഫ് മിനിസ്റ്റർ, ഗവർണേഴ്സ്, അതേമാതിരി റീജിയണൽ കൗൺസിൽ മെമ്പേഴ്സ്, അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് അവിടുത്തെ ആ പർട്ടിക്കുലർ ഈ റീജിയന്റെ, പിന്നെ അതേപ്രകാരം ഫുൾ ടൈം മെമ്പേഴ്സ്, പാർട്ട് ടൈം മെമ്പേഴ്സ്, എക്സോഫീഷ്യ മെമ്പേഴ്സ്, റൊട്ടേഷണൽ ബേസിസ്, അതൊക്കെ യൂണിയൻ കൗൺസിൽ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓക്കെ, നൗ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രധാനമന്ത്രി ഇതിനെ സിഇഒ, ഡേ ടു ഡേ ഫംഗ്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യും. ഫിക്സഡ് ടെനർ 3 കൊല്ലത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 2 കൊല്ലത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 4 കൊല്ലത്തിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യും. ഇപ്പൊ ഒരു പ്രധാനമന്ത്രി, ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ടേം വരെയാണ് അവർ അപ്പോയിന്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പുതിയ ഗവൺമെന്റ് ചിലപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഇളനെയാണെന്ന് വെച്ചാൽ ഇള അപ്പോയിന്റ് ചെയ്യും. അപ്പൊ ടെനർ എപ്പോഴും നമ്മുടെ കാലാവധി അനുസരിച്ചിട്ടായിരിക്കും ടെനർ ആ മന്ത്രിസഭയുടെ, മനസ്സിലായില്ലേ? ഇപ്പൊ 4 കൊല്ലം ഉണ്ടെങ്കിൽ 4 കൊല്ലം, 2 കൊല്ലം, അത് അവരുടെ പ്രൈം മിനിസ്റ്റർ തീരുമാനമാണ്. 2 കൊല്ലം മതിച്ച് 2 കൊല്ലം, 1 കൊല്ലം മതിച്ച് 1 കൊല്ലം, കേട്ടോ. അപ്പോ പാരലൽ ടു ദ സെക്രട്ടറി, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈക്വലൻ ടു സെക്രട്ടറി, അയാളാണ് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് നോക്കുന്നത് പ്ലാനിംഗ് കമ്മീഷന്റെ, അതായത് നിതി ആയോഗിന്റെ. പിന്നെ ഇതുകൂടാതെ എക്സ്പേർട്സ് ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, മെഡിക്കൽ സയന്റിഫിക് ഇതുണ്ട്, അതിൽ നോളജ് ഉള്ളവരുണ്ട്, പലരും അറ്റോമിക് എനർജി, അതേമാതിരി ഇലക്ട്രോണിക്സിന്റെ ആയിക്കോട്ടെ, വേറെ എന്തിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രേറ്റ് റിനൗണ്ട് പേഴ്സണാലിറ്റീസ്, അങ്ങനെ IIT-യോ IIM-ലോ വളരെ റിനൗണ്ട് സയന്റിസ്റ്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് വളരെ വലിയ, ഇപ്പോ ഇൻഫോസിസ്, നാരായണമൂർത്തി, അതേമാതിരി എഫിഷ്യന്റ് മാനേജേഴ്സ്, അവരൊക്കെ, കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബോഡിയാണ്, ഇവരാണ് രാജ്യത്തിനെ നയിക്കുന്നത്. അവിടെ രാഷ്ട്രീയം പാടില്ല. കാരണം ഇന്ത്യ ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളവരുള്ളൂ. ഈ ആദ്യം നമ്മുടെ രാജ്യമല്ലേ വേണ്ടത്. അപ്പൊ അതിനെ നയിക്കുന്നതാണ് ഇവരൊക്കെ. അടുത്ത 7 തൂണുകൾ നിതി ആയോഗിന്റെ. പ്രോ പീപ്പിൾ, ജനങ്ങൾക്ക് സൗകര്യപ്രദമായിരിക്കണം. എല്ലാ ആക്ടിവിറ്റിയും പ്രോ ആക്ടിവിറ്റി, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് ഡിസിഷൻ എടുക്കാൻ പാടൂ. അതായത് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതാത് സ്റ്റേറ്റ്, അതാത് യൂണിയൻ ടെറിട്ടറി എല്ലാവരോടും കൂടി മന്ത്രിസഭ, ഇവരൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഡിസിഷൻ എടുക്കുക. ദെൻ ഇറ്റ് വിൽ ബിക്കം ഈസി ടു ഇംപ്ലിമെന്റ് ഇറ്റ്. എംപവർമെന്റ്, അതേമാതിരി ചിലവർക്ക് ഓരോരോ അധികാരമുണ്ട്, അത് കൊടുക്കുക. കാരണം എല്ലാം ഒരു കമ്മിറ്റിക്ക് വല്ല മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ റീജിയന് വേണ്ടി, ഒരു റീജിയണൽ ഇതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും കുറെ പവർ. അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററാണ് ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടല്ലോ. ഓരോരോ ഇത് പവർ എംപവർമെന്റ് ചെയ്യും, അതായത് ഓരോ പവർ കൊടുക്കും. പിന്നെ ഇൻക്ലൂഷൻ, അതായത് ഉൾപ്പെടുത്തല്, ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾപ്പെടുത്തുക. ഈക്വാലിറ്റി, എല്ലാവരും ഈക്വൽ. ട്രാൻസ്പെറൻസി, പറഞ്ഞാൽ സുതാര്യമായ, അതായത് സുതാര്യമായ എന്ന് പറഞ്ഞാൽ വളരെ ട്രാൻസ്പെറൻറ്റ്, സത്യസന്ധമായതായിരിക്കണം. നീതി ആയോഗിൽ യാതൊരുവിധ കള്ളക്കളി യാതൊന്നും പാടില്ല. കാരണം എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്കണോമിക്സ്, രാജ്യത്തിന്റെ GDP, അതേമാതിരി നമ്മുടെ എല്ലാം നയിക്കുന്നതാണ് അവര്. എവിടെ നമ്മളെ ഒരു വിധത്തിൽ. ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സ്ഥിതി ശ്രീലങ്ക, എന്താണ് സ്ഥിതി നേപ്പാൾ, എന്താണ് സ്ഥിതി അഫ്ഗാനിസ്ഥാൻ, എന്താണ് സ്ഥിതി പാകിസ്ഥാൻ, എന്താണ് സ്ഥിതി ഇന്ത്യ വളരെ വലിയ അഡ്വാൻസ് ആയിട്ടുള്ള, വളരെ ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് പരിണമിച്ചിരിക്കുന്നു. ആ സമയത്ത് മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ ശ്രീലങ്കയിലേക്ക് ഭക്ഷണത്തിന് വകയില്ലാണ്ടാണ് പട്ടിണി കിടന്നിട്ടാണ് പാവങ്ങള് കപ്പലിൽ, മറ്റേതിലൊക്കെ ബോട്ടിലൊക്കെ, ബോട്ടിലൊക്കെ വന്ന് തമിഴ്നാട്ടിലൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാനില്ല. പെട്രോൾ 1 കിലോ അരിക്ക് 480 rupees. ഒരു പെട്രോൾ ഇല്ല, യാതൊന്നുമില്ല. ഭക്ഷണത്തിലൊക്കെ തീപിടിച്ച വില. അങ്ങനെ സംഭവിക്കും. എക്കണോമിക്ക് വളരെ നമ്മുടെ മോശമായിട്ടുണ്ടെങ്കിൽ, പക്ഷേ നമ്മളെ വി ആർ ലക്കി, വെരി ഗുഡ് പോളിസി, ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ ഏബിൾ ലീഡർഷിപ്പ്, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏത് നമ്മുടെ പ്രധാനമന്ത്രി ആകുമ്പോഴും ശരി, ഇന്ത്യയുടെ വളരെയധികം നല്ല എക്കണോമിക് കണ്ടീഷൻ ആയിരുന്നു. അതുകൂടി മറക്കരുത്. പണ്ടും ഓരോ സമയത്ത് മാത്രം ഇന്ത്യയുടെ വളരെ കുറച്ച് ബാക്കിലേക്ക് പോയിരുന്നു. അതായത് ആ ടൈമിൽ VP സിംഗ് അതേപോലെ, കാരണം ഇന്ത്യയുടെ കുറച്ച് ഫോറിൻ എക്സ്ചേഞ്ച് വളരെ ഡൗൺ ആണ്. അയാളുടെ വീട്ടിലല്ല അത്, അയാൾ 5-6 മാസത്തേക്ക് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് അതല്ലാതെ 2 ദിവസം മാത്രമേ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ വി ആർ വെരി വെൽ,
നമ്മൾ ലോകത്തിൽ തന്നെ മാതൃകയായിട്ട് പരിഗണിച്ചെടുക്കണം. മോസ്റ്റ് ഡെവലപ്പിംഗ് എക്കോണമി, വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്പിംഗ് എക്കോണമി ഇൻ ദ വേൾഡ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് വരികയാണ്. ഡിഫൻസ് സെക്ടറിലായിക്കോട്ടെ, സ്പേസ് സെക്ടറിലായിക്കോട്ടെ, അങ്ങനെ നമ്മൾ. പക്ഷെ വേറെ ചില ഏരിയയിൽ നമ്മൾ ഇനി മേപ്പെട്ട് പോകേണ്ട അത് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലതും നമ്മൾ അതിനൊപ്പം നമ്മുടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും പറയണമല്ലോ, നല്ലത് മാത്രം പറയാമല്ലോ, കുറവുകളുണ്ട് അപ്പോൾ അതും പറയാം. കാരണം പോവർട്ടി ഇതൊക്കെ ഉണ്ടല്ലോ, അത് ഇനിയും കുറെ കിടക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ, അതും അതെ, ചില സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷൻ ഇനി എത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ചിലതുണ്ട്. അതിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ട്രാൻസ്പെറൻസി, പിന്നെ ഫങ്ഷൻ, നമ്മുടെ നിതി ആയോഗ് ആൻഡ് പല നമ്മുടെ രാജ്യത്തിന് വേണ്ട പല പുതിയ പുതിയ പദ്ധതികളെ 5 കൊല്ലത്തിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് 5 years പഞ്ചവത്സര പദ്ധതി. ആദ്യത്തെ ഫസ്റ്റ് ഇയർ നമ്മുടെ എന്തിനാ പഞ്ചവത്സര പദ്ധതി? ഈ 5 കൊല്ലത്തിനുള്ള എന്തെല്ലാം ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, നാഷണൽ ഹൈവേസ്, കംപ്ലീറ്റ് നമ്മുടെ നാഷണൽ ഹൈവേ, ഇതൊക്കെ ഒരുപടി ചില ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, ഇലക്ട്രിഫിക്കേഷൻ, നമ്മുടെ സോളാർ എനർജി, മറ്റേ ഇതൊക്കെ ഇല്ല, വിൻഡ് എനർജി, അങ്ങനെ അതൊക്കെ തന്നെയാണ് ഓരോ ഇതിൽ വരുന്നത്. പിന്നെ ഇംപ്രൂവ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, റൂറൽ എംപ്ലോയ്മെന്റ്, അതേമാതിരി അർബൻ എംപ്ലോയ്മെന്റ്, ഇതൊക്കെ വരുന്നത് ഇതിൽ തന്നെയാണ്. മനസ്സിലായോ? ഡെവലപ്മെന്റ് മെക്കാനിസം ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻ. പിന്നെ അതാണ് വില്ലേജ് ലെവൽ, താഴ്ന്ന ലെവലിൽ നമ്മൾ നല്ല പല പദ്ധതികളും കൊണ്ടുവരണം. അവരെ പ്രോഗ്രസീവ് ആണ്. ഓർമ്മിക്കുക, നമ്മുടെ ഗ്രാമം വികസിച്ചാലേ ഇന്ത്യ വികസിക്കൂ. ഓർക്കൂ, ഇൻട്രസ്റ്റ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി, നേഷന്റെ സെക്യൂരിറ്റിയാണ് ഇമ്പോർട്ടന്റ്, മറക്കരുത്. നമ്മൾ ഡിഫൻസിലൊക്കെ നമ്മൾ പൈസ ചിലവൊക്കെ എന്തറിയാം, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളെ കാത്തു രക്ഷിക്കുന്ന ആളുകൾ അവിടെ -20 ഡിഗ്രിയിൽ കാർഗിലും ഒക്കെ നമുക്ക് വേണ്ടി കാത്തുരക്ഷി മഞ്ഞില് ജവാന്മാര് നമ്മളെ ഇരിക്കുക. അപ്പോൾ നേവി ആയിക്കോട്ടെ, അതേമാതിരി എയർഫോഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അവർ ത്യാഗം വളരെയധികം ഇതാണ്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ കണ്ടുവരാൻ നമുക്ക് പൈസ, അതിനൊക്കെ നമുക്ക് ഇയർമാർക്ക് ചെയ്യണം, ബഡ്ജറ്റിൽ ഇയർമാർക്ക് ചെയ്യണം. എക്കണോമിക് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? ഏത് വിധത്തിൽ? നാണ്യം, പെരുപ്പം, GDP, ഇതൊക്കെയാണ്. മാനുഫാക്ചറിങ് വേണം, എന്നാലാണ് GDP മേപ്പെട്ടു പോകും. ഇൻഡസ്ട്രീസ് വരണം, എംപ്ലോയ്മെന്റ് എന്നാലേ ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അതിനുള്ള പോളിസി സൂട്ടബിൾ ആയിരിക്കണം. ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ് വേണം. ട്രേഡ് യൂണിയൻ, മിലിറ്റന്റ് ട്രേഡ് യൂണിയൻ പാടില്ല. ട്രേഡ് യൂണിയൻ വേണം, കാരണം അത് അധികാരമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമ്മുടെ യൂണിയൻ ഉണ്ടാക്കല്. പക്ഷേ അത് മിലിറ്റന്റ് ട്രേഡ് യൂണിയൻ ആവരുത്. ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ നല്ലതായിരിക്കണം, എക്കണോമിക് പ്രോഗ്രസ് എന്നാലേ ഉണ്ടാവും. പിന്നെ ഇൻകോർപ്പറേറ്റിംഗ് ഇംപ്രൂവ്മെന്റ് പറയേണ്ട ആവശ്യമില്ല. എൻകറേജിങ് പാർട്ണർഷിപ്പ്, അതേമാതിരി ബിറ്റ്വീൻ പിന്നെ വേറെ പ്രധാനപ്പെട്ടത്, നമ്മുടെ പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനവധി റിസർച്ച് ചെയ്യുന്നുണ്ട്. IITs, IIMs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതേമാതിരി ഒക്കെ. അതൊക്കെ നമ്മുടെ പലതും നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പല മാനുഫാക്ചറിങ് സെക്ടറിൽ ഉപയോഗിക്കാൻ പറ്റും. സയന്റിഫിക് ഇതുണ്ട്. നോക്കൂ, അഗ്നി മിസൈൽ, നാഗ് മിസൈൽ, ഇതൊക്കെ എവിടെ? അത് ഉണ്ടാകുന്ന റിസർച്ച് സെന്ററാണ്, അത് ഉപയോഗിക്കുന്ന ആർമിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നേഷൻ ബിൽഡിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് പോളിസി. അടുത്തത് വേറൊന്ന്, നമ്മുടെ ഈ ഇതില് ക്രിയേറ്റ്സ് നോളജ്, ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രീനിയർ സപ്പോർട്ട്. ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ പല പ്ലാനും ഉണ്ടാവുന്നു. ത്രൂ എ കൊളാബറേറ്റീവ്, എല്ലാവരും കമ്മ്യൂണിറ്റി എല്ലാവരും ഒത്തുകൂടി, സ്മാൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ, ലാർജ് സ്കെയിൽ. അതേമാതിരി ഇന്റർനാഷണൽ എക്സ്പേർട്സിനെ ഇൻവോൾവ് ചെയ്യണം ചെയ്യുക. പല കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ടെക്നോളജി ഇപ്പോൾ ജർമ്മനിന്നോ USA എന്നൊക്കെ വേണ്ടി വരും, ജപ്പാൻ എന്നൊക്കെ വേണ്ടി വരും, അല്ലേ? ഇപ്പം നമ്മൾ മെട്രോ, അതേമാതിരി യു ടേക്ക് ദ എക്സാമ്പിൾ ജാപ്പാനീസ് ടെക്നോളജി, അല്ലെങ്കിൽ മറ്റുള്ള ടെക്നോളജി, ജർമ്മൻ ടെക്നോളജി, അത് വേണ്ടി വരില്ല. അപ്പോൾ ഇന്റർനാഷണൽ എക്സ്പേർട്സ് വേണ്ടി വരും, പ്രാക്ടീഷണേഴ്സ് വേണ്ടി വരും, ഇപ്പോൾ പ്രൊഫഷണൽസ് വേണ്ടി വരും. പിന്നെ ഓഫേഴ്സ് പ്ലാറ്റ്ഫോം, നിതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫേഴ്സ് പ്ലാറ്റ്ഫോം ഫോർ റെസൊല്യൂഷൻ ഓഫ് ഇന്റർസെക്ടറൽ, അതായത് ഇന്ററാക്ഷൻ മറ്റുള്ളവരായിട്ട്, ആക്സലറേറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡെവലപ്മെന്റ് അജണ്ട. അപ്പോൾ നമ്മുടെ ഡെവലപ്മെന്റൽ അജണ്ട ആയിരിക്കണം. പിന്നെ എന്താണ് റെസിപ്പോസിറ്ററി, അതാണ് സംഭരണി. ഓക്കെ, അതായത് മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് ഓർഡേഴ്സ് ദാറ്റ് ക്യാൻ ബി റിപ്പോസിറ്ററി, അതായത് സംഭരണി ഓൺ ഗുഡ് ഗവേണൻസ്, നല്ല ഭരണം, ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ്, നല്ല പ്രാക്ടീസ്. അല്ലാണ്ട് ചീപ്പ് ഓരോരോ നമ്മളെ പെട്ടെന്ന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഇതിൽ ഭരിച്ചാൽ പോരാ. പക്ഷെ അത് നാളേക്ക് നിലനിൽക്കണം, ജനങ്ങൾക്ക് ഉപയോഗപ്രദമാണ്, രാഷ്ട്രത്തിന് പുരോഗതി വേണം.
അങ്ങനത്തുള്ള ഗവേണൻസ് ആയിരിക്കണം. അല്ലാണ്ട് ചീപ്പ് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളെ പിന്നെ പോയിട്ട് ബാങ്ക്റപ്റ്റ് ആവും ചില സമയത്ത്. ആ സമയത്ത് നമ്മൾ ആകാശം നോക്കേണ്ടി വരും. കാരണം ചിലയിടത്ത് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് പാടില്ല. പക്ഷെ നമ്മളെ എപ്പോഴും ഫ്യൂച്ചറിൽ ഒരു കണ്ണ് വേണം. എന്നിട്ടാണ് നമ്മൾ ഗവേൺ ചെയ്യേണ്ടത്. നാളെ ഇന്ന് മാത്രം പോരാ, നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ രാജ്യം നാളേക്കും അല്ലെങ്കിൽ ജനങ്ങളുടെ സംരക്ഷണം ഇതൊക്കെ. സോ സസ്റ്റൈനബിൾ ആൻഡ് ഈക്വിറ്റബിൾ ഡെവലപ്മെന്റ് എല്ലാം ഈക്വലായിട്ട് ഡെവലപ്പ് ചെയ്യണം. അതായത് അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷന്റെ നിതി ആയോഗ് എന്നറിയോ, അവർ അലോക്കേറ്റ് ചെയ്യുന്ന എല്ലാ ഏരിയ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ചെയ്യണം. പിന്നെ ഡിസമിനേഷൻ, വ്യാപനം ആൻഡ് അക്സസിബിലിറ്റി ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത് ആരൊക്കെയാണ് അത് അവകാശപ്പെട്ട അവർക്കൊക്കെ അക്സസിബിലിറ്റി. ഓക്കെ, പിന്നെ ക്ഷമത, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ നീഡഡ് റിസോഴ്സ്, എവിടൊക്കെ എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് പ്ലാനിംഗ് കമ്മീഷൻ അന്വേഷിക്കും. നിതി ആയോഗ്. സോ ആസ് ടു സ്ട്രെങ്തൻ ദ സ്കോപ്പ് ഓഫ് ഡെലിവറി. ഓരോ സ്റ്റേറ്റിനും ഓരോരോ ആവശ്യമാണ്. കാരണം ഒറീസയിൽ വേണ്ടത് ആന്ധ്രാപ്രദേശിൽ വേണ്ട. അപ്പോൾ എന്താണെന്ന് നോക്കി അതനുസരിച്ച് അവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചിലയിടത്ത് വെള്ളം സുലഭമായിരിക്കും, ചിലയിടത്ത് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഇറിഗേഷൻ റിസർവോയർ ഇതൊക്കെ ഉണ്ടാക്കണം. ചില സമയത്ത് ചിലയിടത്ത് ധാരാളം വെള്ളമാണ്. ഇപ്പൊ പഞ്ചാബിലെ 5 നദികളാണ്, വെള്ളത്തിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ യു ടേക്ക് മഹാരാഷ്ട്ര, ഈസ്റ്റേൺ പാർട്ട്, വെള്ളം ഇല്ല. അപ്പൊ അത്തരത്തിലൊക്കെ നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മണി, എവറിഥിങ്. മോണിറ്ററിങ് വേണം, എവാലുവേഷൻ വേണം. പിന്നെ ടെക്നോളജി അപ്ഗ്രേഡേഷൻ, പുതിയ ടെക്നോളജി, പുതിയ നോക്കൂ. പണ്ടത്തെ നോക്കുള്ളൂ ഈ ഇലക്ട്രിസിറ്റി മീറ്റർ നോക്കിയുള്ളൂ, എത്രത്തോളം പുതിയ മീറ്റർ, ഡിജിറ്റൽ മീറ്റർ. അങ്ങനെ ഓരോ ഏരിയയിലും പണ്ട് നമ്മുടെ എങ്ങനെ സ്റ്റീം എഞ്ചിനായിരുന്നു തീവണ്ടി, അതിന് ഡീസൽ എഞ്ചിനായി, ഇലക്ട്രിക് ഇതായിപ്പോ. അങ്ങനെ പലതും. ഇപ്പൊ മെട്രോ സിസ്റ്റം എങ്ങനെ എല്ലാ പ്ലെയിൻ നോക്കൂ, പ്ലെയിൻ ഏതെല്ലാം പുതിയ പ്ലെയിന് വളരെ ഇവിടെ ഡിഫൻസിലെ സൂപ്പർസോണിക് ഇതൊക്കെയാണ്, നമ്മുടെ ഫൈറ്റർ പ്ലെയിനൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെയാണ് ഡെവലപ്മെന്റ്, ടെക്നോളജി അപ്ഗ്രേഡേഷൻ. ഓരോന്നും ടെക്നോളജി അപ്ഗ്രേഡേഷൻ, അതാണ് വളരെ പ്രധാനപ്പെട്ട വേറൊരു ഒന്ന്. പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാംസ്. പിന്നെ നമ്മളെ പ്രോഗ്രാം ഉണ്ടാക്കിയ പോരാ, അത് ഇംപ്ലിമെന്റ് ചെയ്യും വേണം. ഇനി യൂണിറ്റ് 10B, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC. അറിയാലോ, ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, വളരെ ട്രാൻസ്പെറന്റ് ആയ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് UPSC. ഭരണഘടനാ പ്രകാരം നിലവിലുള്ളതാണത്. പിന്നെ അതിൽ ഇതിലൊരു ക്വസ്റ്റ്യൻ ഒരാൾക്ക് ഒരു അഴിമതിയോ അല്ലെങ്കിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അത്ര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മിടുക്ക് ചെയർപേഴ്സൺ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഒരാൾക്ക് ഒരു പൊളിറ്റിക്സിന് അവിടെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്യണം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് റൈറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. മെയിൻ എക്സാം, അതേമാതിരി പ്രിലിമിനറി, മെയിൻ, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ, ഇതൊക്കെ അനവധി ഗ്രൂപ്പാണ് മാർക്ക് ഇടുന്നത്. ഇതെല്ലാം ടാലി ചെയ്തിട്ടാണ് നിങ്ങളെ റാങ്ക് തരുന്നത്. അതും ഹയസ്റ്റ് ലെവലിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ UPSC. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ IAS-ഉം മറ്റേതൊക്കെ ഉണ്ടല്ലോ, IFS-ഉം ഇതൊക്കെ IPS ഒക്കെ, അവര് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ് UPSC. വളരെ 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 ട്രാൻസ്പെറന്റ് ആണ്. യൂണിയൻ ഗവൺമെന്റ് സർവീസിന് വേണ്ടിയിട്ട്, ഇത് യൂണിയൻ ഗവൺമെന്റിനുള്ള സർവീസിന് വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റിന്റെ വേറെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്, മനസ്സിലായി. ഇപ്പൊ PSC നോക്കോളൂ. ഇവിടെ introduction, the vast expansion of governmental activities necessitate large number of personnel to perform these activities at a different level. Okay, requires a sound public, requires a sound public personnel system. നല്ല ആളുകൾ വേണം, കഴിവുള്ള ആളുകൾ വേണ്ടേ സെൻട്രൽ ഗവൺമെന്റില് ഭരിക്കാൻ. ബ്യൂറോക്രാറ്റ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നല്ല കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യുക? പക്ഷേ നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് വളരെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. നോട്ട് ഓൺലി അവർ സിവിൽ സർവീസ്, അവർ ഡോക്ടേഴ്സാണ്, എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ എല്ലാ ഇതിലും വളരെയധികം എന്താ പറയണ്ടത്. ഞാൻ ഉദാഹരണമായിട്ട് ഇൻട്രാക്ഷൻ വിത്ത് IAS ഓഫീസർ ഇൻ ഡൽഹി. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ യങ് മാൻ, 33-34 years old, ഡെപ്യൂട്ടി സെക്രട്ടറി. See, when I was interacting, I found that he was LLB, he was CA, he was IAS, he was engineer, and he was SAS, audit. അതേമാതിരിയുള്ള പിന്നെ ഒരു he was also company secretary. ഇതൊക്കെ അയാൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അയാളെ ഒരു ഇതും അയാൾക്ക് എവിടെയും റെഫർ ചെയ്യേണ്ട. അയാൾ തന്നെ ഒരു ബൈബിളാണ്. എന്താണെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് നോളേജ്. അങ്ങനെയാണ് എല്ലാം നമ്മുടെ ബ്യൂറോക്രാറ്റ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അല്ലാതെ പാസ്സാവില്ല.
വളരെ ടഫ് ഇതാണ്. പക്ഷേ അതനുസരിച്ച് അവർക്ക് സാലറി ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇൻ ഇന്ത്യ വി ഹാവ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, പിന്നെ യൂണിയൻ ലെവലിലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ്, സ്റ്റേറ്റിലെ സ്റ്റേറ്റ് ഇതാണ് സർവീസ് കമ്മീഷനാണ്, യൂണിയനിലെ യൂണിയനിൽ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ പബ്ലിക് സർവീസ് കമ്മീഷൻ, സോറി UPSC, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോരോ ഏരിയാസ്. അത് വളരെ ക്ലാസ് 1 ഓഫീസർ, ക്ലാസ് 2 ഓഫീസർ, അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് അത് ചെയ്യുന്നത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് അത് ചെയ്യുന്നത്. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ, ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 315 ഇന്ത്യയുടെ ഭരണഘടനയുടെ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജസ് പബ്ലിക് സർവീസ്. ആർട്ടിക്കിൾ 315 പറഞ്ഞിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് UPSC നമ്മുടെ ഇതേമാതിരി സ്റ്റേറ്റിലും SPC SC, അതായത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, അതും വേണമെന്നും, അതായത് PSC അതേമാതിരി ഒരു സ്റ്റേറ്റിനോ 2 സ്റ്റേറ്റിനോ, ചെറിയ ചെറിയ കൊച്ചു സ്റ്റേറ്റ് ആണെന്ന് ഒരു ഒറ്റത് മതി, കൊച്ചു സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ. അങ്ങനെ പ്രൊവിഷന്റെ ഭരണഘടന ഇത് സ്ഥാപിക്കാൻ. 2, 1947 ഇന്ത്യ അച്ചീവ്ഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് ദ കമ്മീഷൻ കണ്ടിന്യൂസ് ടു വർക്ക് ടിൽ 1950 വിത്ത് ദ സെയിം നോമൻകൾച്ചർ, സെയിം UPSC. Thereafter, with the constitution, ഞാൻ ആൾറെഡി പറഞ്ഞു, coming into effect in 1950, the commission was renamed as the Union Public Service Commission. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആൾറെഡി. പിന്നെ അടുത്തത് കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻ. സോ ഇതില് UPSC ഈസ് ഹെഡഡ് ബൈ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടന, എത്ര മെമ്പർ വേണമെന്ന് പറയുന്നില്ല. പക്ഷെ 6 മുതൽ 10 വരെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, 6 മുതൽ 10 വരെ. പക്ഷെ എത്ര ആവാം എന്ന് ആരും പറയുന്നില്ല, അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ 6 to 10 ഉണ്ട്. പിന്നെ ആർട്ടിക്കിൾ 316, ഭരണഘടനയുടെ 316 ആർട്ടിക്കിൾ പ്രകാരം ചെയർപേഴ്സൺ, ചെയർമാൻ and other members of the commission are appointed by the president of India. UPSCയുടെ മെമ്പറും ചെയർപേഴ്സണും അവർ ഇത് ഓത്തെടുക്കണം, സത്യപ്രതിജ്ഞ, മനസ്സിലായില്ലേ? അത് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യണത്. യെസ്. ഇവരുടെ ഫംഗ്ഷൻ നോക്കിക്കോളൂ, സോറി അവരുടെ ഫംഗ്ഷൻ, മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു റിക്രൂട്ട്മെന്റ്, സിവിൽ സർവീസ് പറയാലോ, സിവിൽ പോസ്റ്റ് പറഞ്ഞല്ലേ, മേക്കിംഗ് പ്രൊമോഷൻ. IASന് ഞാൻ അത് നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇത് ASP കഴിഞ്ഞാൽ DSP, DYSP കഴിഞ്ഞാൽ അങ്ങനെ, SP കഴിഞ്ഞാൽ അത്, അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. IG കഴിഞ്ഞാൽ ADGP കഴിഞ്ഞാൽ, അതേമാതിരി സിവിൽ നമ്മുടെ അസിസ്റ്റന്റ് കളക്ടർ, അതുമാതിരി ഡെപ്യൂട്ടി കളക്ടർ, അതേമാതിരി ഡയറക്ടർ, അതേമാതിരി അങ്ങനെ പോകുന്നു. അപ്പൊ അവരുടെ പ്രൊമോഷൻ പീരീഡ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഈ IASന്റെ പ്രൊമോഷനും ട്രാൻസ്ഫർ, അതും അവരുടെ അപ്പുറമാണ്. ഓരോ സ്ഥലത്തുനിന്നും മറ്റുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ, ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ, ഇതൊക്കെ അവരെ ഡിസൈഡ് ചെയ്യാൻ. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, അവരുടെ പേരിൽ എന്തെങ്കിലും സസ്പെൻഷനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ UPSC അപ്രൂവ് ചെയ്യണം. IAS ഏത് കേഡറാണെന്ന് വെച്ചാലും ശരി, ഇപ്പോ UP കേഡറാണെന്ന് ശരി, ബീഹാർ കേഡറായാലും, ഡിസിപ്ലിനറി മാറ്റർ വിൽ ബി ടേക്കൺ ബൈ ഡിസൈഡഡ് ബൈ ദി UPSC. പിന്നെ എക്സ്പെൻഡിച്ചർ, പിന്നെ എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, പല കേസുകളും മറ്റേ പലതും ഉണ്ടല്ലോ, അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് ചെലവാക്കേണ്ടത്. അതായത് UPSCയുടെ പലതും ഇങ്ങനെ പല കാര്യങ്ങളിലും ചിലപ്പോൾ കേസോ കോടതിക്ക് പരമായിട്ടോ എന്തെങ്കിലും ലീഗൽ എക്സ്പെൻഡിച്ചർ ഒക്കെ ഉണ്ടാവില്ല, പല കാര്യങ്ങൾ, അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ അതെന്നാണ് എടുക്കുക. എല്ലാവർക്കും ഇത് ഈ ശമ്പളം കൊടുക്കുന്നത് വേറൊരു പ്രധാനം, ഭരണഘടന പ്രകാരം അപ്പോയിന്റ് ചെയ്തവർക്കൊക്കെ ശമ്പളം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് കൊടുക്കുക. ഈ കൺട്രോളർ, ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, UPSC, അതേമാതിരി ജഡ്ജ്, സുപ്രീം കോടതി, ഇതൊക്കെ ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നാണ് ശമ്പളം കൊടുക്കുന്നത്. പിന്നെ വേറൊന്ന്, എനി അതർ മാറ്റർ, പിന്നെ പ്രസിഡന്റിന് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കുക, അതും ഇവർക്ക് റെഫർ ചെയ്യാം. ഈ UPSCക്ക് നിങ്ങൾ ഈ കാര്യം കൂടി ചെയ്യും പറഞ്ഞിട്ട് അത് ചെയ്യാം. ഓക്കെ, ദ കമ്മീഷൻ ഫങ്ഷൻസ് ഓൺലി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഒരു അഡ്വൈസറി കപ്പാസിറ്റിയാണ്, നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ, അങ്ങനെയല്ല. ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കും, അതേമാതിരി ഇതാണ് അവരുടെ അഡ്വൈസ് ആണ് കൊടുക്കുക, അഡ്വൈസറി കപ്പാസിറ്റിയാണ്. പിന്നെ ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് എപ്പോഴും പ്രസിഡന്റിന് കൊടുക്കണം. പിന്നെ പ്രൊവിഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡിസേർവ് സ്പെഷ്യൽ മെൻഷൻ, പവർ ടു എക്സ്റ്റെൻഡ്. പിന്നെ മാത്രമല്ല, ഈ കമ്മീഷന്റെ പവറെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. UPSCയുടെ എന്തെങ്കിലും ഏരിയ ഫങ്ഷൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. പിന്നെ ദി പ്രസിഡന്റ് ഈസ് ഓതറൈസ്ഡ് ടു മേക്ക് റെഗുലേഷൻ ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു
റിസർവേഷൻ SC, ST, OBC, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, OBCയുടെ എന്തെങ്കിലും ഇതില് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അതേമാതിരി റെഗുലേഷൻസ്, റൂൾസ് ഉണ്ടാക്കാം. President is empowered to consult the commission on matters other than those specified in the constitution. അതായത് പ്രസിഡന്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കമ്മീഷനെ കൺസൾട്ട് ഏതെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും അപ്പോയിന്റ്മെന്റിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പോളിസി റിലേറ്റഡ് മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ UPSCയെ കൺസൾട്ട് ചെയ്യാം. കാരണം അയാളാണ് അപ്പോയിന്റ് ചെയ്യണത്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റ്, പിന്നെ ഇതിൽ ആരെങ്കിലും രാജിവെച്ച് പോകണമെച്ചാൽ പ്രസിഡന്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് രാജി. പിന്നെ അടുത്തത് 10C ഇലക്ഷൻ കമ്മീഷൻ. നിങ്ങൾക്കറിയാം ഇലക്ഷൻ നടത്തുന്നവരാണ്, നമ്മുടെ ഡെമോക്രാറ്റിക് രാജ്യമാണ് നമ്മളെ. അതേമാതിരി ഫണ്ടമെന്റൽ പർസ്യൂട്ട് ഓഫ് ഡെമോക്രസി സെലക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽ. നിങ്ങൾക്കറിയാം 5 കൊല്ലത്തിൽ പ്രാവശ്യം ഇലക്ഷൻ എടുക്കണം. പ്രസിഡന്റ് അത് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഭരണഘടന, നമ്മുടെ ബ്യൂട്ടിഫുൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വളരെ നല്ല കോൺട്രിബ്യൂഷൻ ആണ്. എല്ലാ പീരിയോഡിക് ഇലക്ഷൻസ്, 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ, ലോകസഭ, പ്രസിഡന്റിന്റെ, വൈസ് പ്രസിഡന്റ്, അസംബ്ലി, പാർലമെന്റ്, രാജ്യസഭ, ഇതിനൊക്കെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യുന്നത്. സോ ഹോൾഡിംഗ് പീരിയഡ് ഫ്രീ ആൻഡ് ഫെയർ, വളരെ പണ്ടത്തെ മാതിരി ഇപ്പം ബാലറ്റ് ബോക്സ് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ് വോട്ടോ. കാരണം ആളുകളുടെ അതിക്രമം ഒന്നും ചെയ്യാൻ പറ്റില്ല. മഷി മാച്ചിട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ബാലറ്റ് ബോക്സ് എടുത്തുകൊണ്ട് പോവുക, അതല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, ഫോട്ടോ ഉണ്ട് അതില്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഈസ് കാൾഡ് ആസ് ഇന്ത്യസ് ഗാർഡിയൻ ഓഫ് ഇലക്ഷൻസ്. ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തേണ്ട പരമാധികാരി ഇലക്ഷൻ കമ്മീഷനാണ്. ഇതേ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രിയേറ്റഡ് പോസ്റ്റ് ആണത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് മെയ്ഡ് പ്രൊവിഷൻ, 324ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം ഇൻഡിപെൻഡന്റ് ആണ് ഇലക്ഷൻ കമ്മീഷൻ. ഒരാൾക്കും അവരുടെ അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല, അവര് തീരുമാനം എടുക്കും. കാരണം അവർ അതിനുള്ള സുപ്രീം കോടതിയെ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ? സുപ്രീം കോടതിയെ അവരുടേതായ തീരുമാനം എടുക്കും. അവര് ഫൈനൽ ഓരോരോ അതോറിറ്റി എന്നാണ് അവര് ഇലക്ഷൻ. അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ പോണ്ട് കോടതിയിലൊക്കെ നമ്മൾ പോണ്ട്, കോടതി പോയൊന്നും ജയിക്കാനൊന്നും പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ കമ്മീഷൻ എല്ലാ ആസ്പെക്ട് നോക്കിയിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുക. അല്ലാണ്ടല്ല ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിനും അവിടെ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഒരാളല്ല 3 പേരുണ്ട് അവിടെ ഇലക്ഷൻ കമ്മീഷൻ. അത് പറയാം എന്താണെന്ന്. അപ്പോ വിത്ത് എഫക്ട് ഫ്രം 1989 ഓൾ പൊളിറ്റിക്കൽ പാർട്ടി, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്യണം. അതല്ലെങ്കിൽ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ല. അടുത്ത ഇലക്ഷൻ കമ്മീഷണർ ആരൊക്കെയാണ്? ഒന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരാള്, 2 ഇലക്ഷൻ കമ്മീഷണർ. ഇതിന്റെ ചരിത്രം ഞാൻ ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 2 ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. അങ്ങനെ 3 പേരാണ്. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളമാണ് അയാൾക്ക്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ എന്തെങ്കിലും ഇവർ 3 പേരാണ് ഡിസിഷൻ എടുക്കുക. പക്ഷെ ഇതില് എന്തെങ്കിലും ഡിബേറ്റ് വന്നെങ്കിൽ മെജോറിറ്റി ഏതാണ് ആ ഡിസിഷൻ എടുക്കുക. ചിലപ്പോൾ ഒരാൾ മറ്റുള്ളവരോട് യോജിക്കുന്നില്ല, പക്ഷെ 2 ആൾ യോജിച്ചാൽ 2 പേരെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ റിട്ടയർഡ് IAS ഓഫീസർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവരുടെ സാലറി ഇതെല്ലാം ജഡ്ജസിന്റെ ഈക്വൽ ആണ്. സിഇഒന്റെ സാലറി സുപ്രീം കോടതി ജഡ്ജിയുടെ ഈക്വൽ ആണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ദ കമ്മീഷൻ സെക്രട്ടറി, പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് നമ്മുടെ ഇവിടെയാണ്, ഡൽഹിയിലാണ്. പിന്നെ ഓർക്കണേ, എല്ലാ സ്റ്റേറ്റിലും ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ട്, അവരുടെ റെപ്രസെന്റേറ്റീവ് ആണ് എല്ലാ സ്റ്റേറ്റിലും. അവിടെ സ്റ്റേറ്റിലെ ഇലക്ഷൻ നടത്തണ്ടേ, പഞ്ചായത്തിന്റെ ഒക്കെ ഇലക്ഷൻ നടത്തണ്ടേ, അത് അവിടെ ഉണ്ട് ഇലക്ഷൻ. പിന്നെ അതല്ലല്ലോ, നമ്മുടെ അസംബ്ലി ഇലക്ഷൻ ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന ആരാ? സ്റ്റേറ്റിലും ഉണ്ടേ. അപ്പൊ സ്റ്റേറ്റിലും അവരുടെ കീഴിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ട് ഓരോ സ്റ്റേറ്റില്. സോ ദി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്. ഇവരെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഇവരെ റിമൂവ് ചെയ്യണം വെച്ചാൽ അതായത് ചില നിയമങ്ങളുണ്ട്, അത് പാലിച്ചേ പറ്റൂ. ഈ ചീഫ് ഇലക്ഷൻ ഇംപീച്ച്മെന്റ് എന്നൊക്കെ പറയും, പല കാര്യങ്ങളുണ്ട് ഇതിനെ പറ്റിയിട്ട്. അതായത് ചില റൂൾസ് ഉണ്ട്, അവരെ മാറ്റാൻ അങ്ങനെ എളുപ്പത്തിലല്ല. കാരണം എന്താ വെച്ചാൽ സുപ്രീം കോടതി ജഡ്ജിനെ മാറ്റാൻ ഇംപീച്ച്മെന്റ് ആണ്, 2/3 മെജോറിറ്റി വേണം പാർലമെന്റിൽ. അങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളുണ്ട്. അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് സക്സസ് ആയില്ല. കാരണം എളുപ്പമല്ല, 2/3 മെജോറിറ്റി വേണം പാർലമെന്റില്. കൂടുതൽ സംസാരിക്കാൻ സമയത്തോണ്ട് ഞാൻ ബ്രീഫായിട്ട് പറയട്ടെ. ദ ഇലക്ഷൻ കമ്മീഷൻ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷണറെ പ്രസിഡന്റിന് വേണിച്ച മാറ്റം. മറ്റേ 2 പേരുണ്ടല്ലോ, അവരുടെ ഒന്നുമില്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എതിരായിട്ടോ കറപ്ഷൻ കേസസിലോ വേറെ എന്തെങ്കിലും കേസിലോ വെച്ചാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് മാറ്റാനുള്ള അധികാരമുണ്ട്. പക്ഷെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇല്ല. ഓക്കെ, പിന്നെ ദി കമ്മീഷൻ ഹാസ്
ഇവരുടെ ഓഫീസിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇലക്ഷൻ കമ്മീഷണേഴ്സ്, ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണേഴ്സ് എല്ലാവരും IAS ഓഫീസറാണ്. ഇവരൊക്കെ ഡയറക്ടർ ജനറൽസ്, പ്രിൻസിപ്പൽ സെക്രട്ടറീസ് ആൻഡ് അണ്ടർ സെക്രട്ടറീസ്, ഇതൊക്കെ ഇവരുടെ ഓഫീസിലുള്ളവരാണ്. വലിയ ഇതാണ്, ഫങ്ഷൻസ് ആണ്. പിന്നെ അടുത്ത് ഫങ്ഷൻ, കണ്ടക്ട് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇൻ ദ കൺട്രി, പ്രിപ്പയർ ഇലക്ടറൽ റോൾസ് ഓഫ് ഈച്ച്, അവരുടെ ഇതാണ് ഡ്യൂട്ടീസ്. ഇലക്ഷൻ ഓരോരുത്തരുടെ പേര്, ലോകസഭയുടെ, രാജ്യസഭ, സ്റ്റേറ്റ് അസംബ്ലിക്കൊക്കെ ഇലക്ടറൽ റോൾസ്. പിന്നെ ഓരോരോ 10 കൊല്ലം കൂടുമ്പോൾ സെൻസസ് എടുക്കുക. ആ സെൻസസിന്റെ അനുസരിച്ച് നമ്മുടെ ഓരോരോ കോൺസ്റ്റിറ്റ്യൂവൻസി, നിയോജക മണ്ഡലം മാറ്റങ്ങൾ വരും ചില സമയത്ത്. ഭരണഘടന, കാരണം ഒരു നിയോജക മണ്ഡലം എത്ര പേരാണെന്നൊക്കെ ഉണ്ടല്ലോ, അത് ലോകസഭയും അസംബ്ലിക്കൊക്കെ അതിന് മാറ്റം വരും. അപ്പോൾ ഇതിന്റെ ഇലക്ഷൻ റോള് മാറും, പേര് പുതിയത് വരും, ചിലർ മരിച്ചിട്ടുണ്ടാവും, അവരെ ഡിലീറ്റ് ചെയ്യണം. മോഡൽ കോണ്ടാക്ട്, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത മോഡൽ കോണ്ടാക്ട് റൂൾസ് വരും, ഗൈഡ് ലൈൻസ്. അതായത് നിങ്ങൾ അനാവശ്യമായിട്ട് പൈസ അല്ലെങ്കിൽ ഇതൊന്നും ചെലവഴിക്കാൻ പാടില്ല, അങ്ങനെ പല മോഡൽ കോണ്ടാക്ട് റൂൾസ്. അതായത് ഗവൺമെന്റിന് നമ്മുടെ പബ്ലിക്കിനെ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പ്രോഗ്രാംസ് ഒന്നും അനൗൺസ് ചെയ്യാൻ പറ്റില്ല ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താ. പിന്നെ ലോകസഭ ഇലക്ഷൻ അവർ കണ്ടക്ട് ചെയ്യണം. വിധാൻസഭ പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. രാജ്യസഭ ഇലക്ഷൻ അവരെ ചെയ്യണം. വിധാൻ പരിഷത്ത് പറഞ്ഞാൽ കൗൺസിൽ, സഭ. അതായത് നമ്മുടെ ചില സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇന്ത്യയിലെ, അതായത് മഹാരാഷ്ട്ര, വലിയ വലിയ സ്റ്റേറ്റിലാണ് വിധാൻ. രണ്ട് ഇതുണ്ട്, ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പിന്നെ ഒന്ന് വിധാൻ പരിഷത്ത്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ചിലയിടത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതേമാതിരി ലോകസഭ, രാജ്യസഭ അവിടെ ഇലക്ഷൻ. അപ്പൊ അതിൻ്റെയൊക്കെ ഇലക്ഷൻ നടത്തുന്ന ഇവരാണ്. പ്രസിഡന്റിന്റെ ഇവരാണ് ഇലക്ഷൻ നടത്തുന്നത്. വൈസ് പ്രസിഡന്റ് ഇവരാണ് ഇലക്ഷൻ നടത്തുന്നത്. 5 കൊല്ലമാണ് കാലാവധി. മാത്രമല്ല ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ആരെല്ലാം വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഇവരാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ഇവരാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് സ്റ്റേറ്റ് ലെവൽ റെക്കഗ്നിഷൻ അതും വേണം. സ്റ്റേറ്റിലെ ഇപ്പൊ സെൻട്രലിലുള്ള പാർട്ടികളല്ലോ സ്റ്റേറ്റില്, അപ്പൊ ഓരോന്നും റെക്കഗ്നീഷൻ ഇവിടെയും വേണം ഇവിടെ സ്റ്റേറ്റിലെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോരോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇതിന്റെ എംബ്ലം കൊടുക്കുന്ന ഇവരാണ്. ആ എംബ്ലം മറ്റുള്ളവർ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സപ്പോസ് കോൺഗ്രസിന്റെ എംബ്ലം BJPക്ക് പാടില്ല, BJPയുടെ എംബ്ലം CPMന് എടുക്കാൻ പാടില്ല. അവരുടെ എംബ്ലം രജിസ്റ്റേർഡ് ആണ്, അതിനാണെങ്കിൽ രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞത്. മിസ്യൂട്ടിലൈസേഷൻ പാടില്ല. ഓക്കെ. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ വോട്ടിംഗ് ഇതിന്റെ നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ടെങ്കിൽ ചില സമയത്ത് ആരാണ് ലീഡിങ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഇതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നില്ലേ, അതെല്ലാം അവരെ ഒപ്പീനിയൻ പോള് അതൊക്കെ അവർ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പറ്റൂ. പിന്നെ വോട്ടേഴ്സ് പണ്ട് മദ്യവും അതേമാതിരി പൈസ കൊടുത്തിട്ട് വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇപ്പം അത് പറ്റില്ല. പിന്നെ അതേമാതിരി ഡിസ്ക്രിമിനേഷൻ പൊളിറ്റിക്സിൽ പാടില്ല. അതേമാതിരി സുപ്രീം കോടതി ക്രിമിനൽസിനെ ലൈഫ് ടൈം ബാന് അതിന് ഇവർക്ക് അധികാരമുണ്ട്. അതായത് കോടതി ശിക്ഷിച്ച ആളുകൾക്ക് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഉദാഹരണം ഇപ്പൊ നമ്മുടെ ലാലു പ്രസാദ് യാദവ് കുറച്ചു കാലത്തിന് അയാൾക്ക് പറ്റില്ല, കാരണം അയാൾ ആൾറെഡി കൺവിക്റ്റഡ് ആണ് ചില കേസിൽ. അപ്പൊ ആ പരിധിയുണ്ട്. അതുവരെ അവർക്ക് അങ്ങനെ പലരും ഞാൻ ഒരാളുടെ പേരല്ല പറഞ്ഞത്, അങ്ങനെ ആരും കോടതിയിൽ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലാവധിക്ക് ശേഷമേ പറ്റൂ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം പല പരിഷ്കാരങ്ങളും നടത്തിയിട്ടുണ്ട്. പണ്ട് ഇതുണ്ടായിരുന്നില്ല. മണി എക്സ്ചേഞ്ച് അതൊന്നും ഒക്കെ പിടിക്കും. അതേമാതിരി ഒബ്സർവറിന്റെ IRS ആണ്, ഇൻകം ടാക്സ് പിടിക്കും. ആർക്കെങ്കിലും പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേ അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരെ പാർട്ടിക്ക് ഇത്ര കോടി ഇല്ലെങ്കിൽ ഇത്ര ലക്ഷം കൊടുക്കുന്നത് എന്നും IT ഇത് ചെയ്യും. ഇലക്ഷൻ ഒബ്സർവർ ഉണ്ട്. ഓരോരോ ഇലക്ഷൻ, ലോകസഭയും രാജ്യസഭ ഇലക്ഷനിലും അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷൻ എത്ര പൈസ ഒരാൾ ചെലവഴിച്ചു, അതായത് കട്ടൗട്ട്, അതേമാതിരി പബ്ലിസിറ്റി, അതേമാതിരി മൈക്ക്, അതേമാതിരി അനൗൺസ്മെന്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇതിനൊക്കെ ഇതിന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ എക്സ്പെൻഡിച്ചർ സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പനിഷ്മെന്റ് ആണ്. പിന്നെ എക്സ്പെൻഡിച്ചർ ലോകസഭയ്ക്ക് ഇത്ര, അസംബ്ലിക്ക് ഇത്ര പറ്റുമെന്നുണ്ട്. പിന്നെ മത്സരിക്കുന്ന സമയത്ത് കാൻഡിഡേറ്റ് എന്റെ സ്വത്ത് ഇത്രയാണ്, എന്റെ ഭാര്യയുടെ സ്വത്ത് ഇത്ര, ഡിപെൻഡൻസ് ഇത്രയാണെന്ന് അഫിഡവിറ്റ് കൊടുക്കണം. കാരണം അതിനുശേഷം അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഉത്തരവാദിയാണ്, കാരണം അതിന് ടാക്സ് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ എന്താ സ്വത്ത് അത് ഡിക്ലെയർ ചെയ്യണം. ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്, ഇതൊക്കെ പുതിയ മെത്തേഡാണ്. കമ്പയിൻ പീരീഡ് പണ്ട് 1 മാസം 25 ദിവസം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വെറും 14 ദിവസമാണ്. മനസ്സിലായില്ലേ? കമ്പയിൻ പീരീഡ്. അപ്പൊ പുതിയതാണ്. പിന്നെ പണ്ട് നമ്മുടെ സ്ലിപ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. അതില്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ റേഷൻ കാർഡ് ഇതൊക്കെ ഉണ്ട്, അത് എക്സെപ്ഷണൽ കേസ്. പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, നിങ്ങൾക്കറിയാം പണ്ട് ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു.
പണ്ട് നമ്മൾ ബോക്സിൽ ഇടലുണ്ടായിരുന്നു. ഇപ്പൊ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് 2 മണിക്കൂർ 3 മണിക്കൂറാണ് അതിന്റെ റിസൾട്ട് മറ്റേ അസംബ്ലിയുടെ. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് എല്ലാം കിട്ടും ഇൻഫർമേഷൻ. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് എല്ലാം നമുക്കറിയാം ആരാണ് ലീഡിങ് ഇതൊക്കെ. പിന്നെ 1998 ഡിസൈഡഡ് പ്രോഗ്രാം കമ്പ്യൂട്ടറൈസേഷൻ ഇലക്ട്രൽ റോൾസ്. കമ്പ്യൂട്ടർ നിങ്ങളെ ആ നമ്പറിൽ നിങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവൂ. ആ നിങ്ങളുടെ വോട്ടേഴ്സ് കാർഡ് ഉണ്ട്, അതിന് കമ്പ്യൂട്ടറൈസേഷൻ, എല്ലാ കാര്യവും കമ്പ്യൂട്ടറൈസേഷൻ ആണ് ഇലക്ഷന്റെ സിസ്റ്റം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വോട്ടേഴ്സിന്റെ എഡ്യൂക്കേഷൻ, അവരുടെ അധികാരം, വോട്ട് വേസ്റ്റ് ആക്കരുത്, അങ്ങനെ അതേമാതിരി ഇലക്ട്രൽ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇതൊക്കെ. പിന്നെ ഏറ്റവും പ്രധാന കാര്യം ഇപ്പൊ പുതിയ ഡെവലപ്മെന്റ് വി പാറ്റ്, അതായത് വോട്ടേഴ്സ് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രെയിൽ, ആർക്ക് വോട്ട് ചെയ്തു എന്ന് സീക്രട്ടായിട്ട്. കാരണം എന്താണെന്ന് അറിയോ, ചില സമയത്ത് ടാലിയിൽ ഡിഫറൻസ് വരും. അപ്പോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവസാനം ഇത് അതും കൂടി ടാലി ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതായിരിക്കും ഒരു സ്ലിപ്പ് ഉണ്ട്, ആർക്ക് വോട്ട് ചെയ്തു എന്ന് മനസ്സിലാവും. അല്ലാണ്ട് അത് എന്റെ സീക്രസി പോവില്ല. പക്ഷേ അത് രണ്ടും കൂടി ടാലി ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും മറ്റേ ഇതിന്റെ മെഷീൻ EVM കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വോട്ടേഴ്സ് വെരിഫൈഡ് പേപ്പർ VVPAT ആ മെഷീനും കൂടി ഉണ്ട്. അതുകൊണ്ട് ഫുൾ പ്രൂഫ് ട്രാൻസ്പെറന്റ് വേണം നമ്മുടെ കണ്ടക്ടിങ് ഇലക്ഷൻസ്. ഓക്കെ, അതാണ്. അപ്പോൾ യെസ്, പിന്നെ ലിമിറ്റ് എക്സ്പെൻഡിച്ചർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, now VVPAT സിസ്റ്റത്തിന് VVPAT സിസ്റ്റം വാസ് ഫസ്റ്റ് യൂസ്ഡ്. ഈ VVPAT സിസ്റ്റം ആദ്യം നക്സൺ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നാഗാലാൻഡിലാണ് യൂസ് ചെയ്തത്. പിന്നെ അവിടുത്തെ അസംബ്ലി ഇലക്ഷനിൽ 2013. അതിനുശേഷം പിന്നെ എല്ലാ നമ്മുടെ സ്റ്റേറ്റുകളിലും VVPAT സിസ്റ്റം ഉപയോഗിക്കുന്നു. അതേമാതിരി ഇൻ കേസ് ഓഫ് മിസ്മാച്ച് till the votes tally, they do not, if they do not, the counting as per the VVPAT slips shall be considered as എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ VVPAT സിസ്റ്റത്തിന്റെ സ്ലിപ്പാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ അതായി വിത്ത് ദി VVPAT നോക്കിയാൽ മതി. പിന്നെ ഏറ്റവും പ്രധാനം നോട്ട ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. നോട്ട പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പാർട്ടിക്ക് വോട്ട് കൊടുക്കണ്ട, അപ്പൊ ആ നോട്ടയിൽ കുത്തിയാൽ മതി. അതായത് നൺ ഓഫ് ദ എബവ്, ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കണ്ട. അപ്പൊ ഈ സിസ്റ്റം നിങ്ങൾക്ക് അധികാരം ഉണ്ടാവും വോട്ട് ചെയ്യാൻ. നോട്ട അതും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലുണ്ടാവും ബാലറ്റ് ബോക്സ് ഇതില് മെഷീനില് നിങ്ങൾക്ക് ആർക്ക് വോട്ട് ചെയ്യാൻ അധികാരമെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ മതി, നോട്ട. പിന്നെ ഇലക്ഷൻ ഹാസ് ആൾവേസ് ബീൻ ഇഷ്യൂ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇമ്പാർഷ്യാലിറ്റി ആണ് അത്. ദാറ്റ്സ് ഓൾ. പിന്നെ വേറൊന്ന് വിച്ച് ഈസ് അവൈലബിൾ ഇൻ സിമിലർ ബോഡീസ് ലൈക്ക് സുപ്രീം കോർട്ട് ആൻഡ് UPSC. ഓക്കെ, പിന്നെ അതായി. പിന്നെ വേറൊരു കാര്യം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത്, സെലക്ഷൻ ചെയ്യുന്നത് പ്രധാനമന്ത്രി, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, സ്പീക്കർ ഓഫ് ലോകസഭ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റി ഉണ്ട്. പ്രധാനമന്ത്രി, ഒപ്പോസിഷൻ ലീഡറെ, ലോകസഭ സ്പീക്കർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അടുത്തത് ഫൈനാൻസ് കമ്മീഷൻ. ഇതും ഭരണഘടനാ സ്ഥാപനമാണ്. ഇൻട്രൊഡക്ഷൻ കേട്ടോളൂ. Article 280 requires that the President of India should appoint a finance commission within 2 years from the commencement of the Constitution. ഭരണഘടന എന്നാണ് നിലവിൽ വന്നത് അറിയാമോ? 26/1/1950 ആണ് നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഭരണഘടന നിലവിൽ വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 26/11/1949 റെഡിയായിരുന്നു. പക്ഷെ റിപ്പബ്ലിക് ഡേറ്റ് പരിഗണിച്ച് അത് അപ്പൊ 26/1/1950 ഇത്. അപ്പോ അതിനുശേഷം ആണ് അതിൽ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ 250 പ്രകാരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒരു ഫൈനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലത്തിന്റെ ഉള്ളില്. അപ്പോൾ അതിന്റെ ഫൈനാൻസ് കമ്മീഷൻ 5 കൊല്ലത്തിനാണ്. പിന്നെ ഇതില് എന്താണ് ഫൈനാൻസ് കമ്മീഷൻ? ആർട്ടിക്കിൾ 250 പറഞ്ഞിട്ടുണ്ട്. അതായത് ഫൈനാൻസ് കമ്മീഷൻ ബൈ സ്പെസിഫൈങ് ദാറ്റ് ഇറ്റ് ഷുഡ് കൺസിസ്റ്റ് ചെയർപേഴ്സൺ, ഒരു ചെയർമാൻ വേണം. അത് എന്താണ് ക്വാളിഫിക്കേഷൻ പറയാം. ആൻഡ് 4 other members, 4 അപ്പൊ ടോട്ടൽ 5. ദ ഫൈനാൻസ് കമ്മിറ്റി ഫൈനാൻസ് ആക്ട് 1951 സെക്ഷൻ 3. ഇതൊക്കെ പുസ്തകത്തിലുണ്ട്, പുസ്തകം വായിക്കണേ. ഇത് കാരണം എനിക്ക് ഇത് ബ്രീഫായിട്ട് പറയാൻ പറ്റും. കാരണം 10 minutes ആണ്. അപ്പൊ 1 hour ആണ് മാക്സിമം. എനിക്ക് ഇത്ര സ്പീഡിലേ പറയാൻ പറ്റൂ, കവർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കണം കേട്ടോ. ദി ചെയർപേഴ്സൺ ഓഫ് ദ കമ്മീഷൻ ഷാൽ ബി സെലക്ടഡ് ഫ്രം ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഫൈനാൻസ് കമ്മീഷനിലെ
അഗാധ പാണ്ഡിത്യമുള്ളവർ മാത്രമേ അപ്പോയിന്റ് ചെയ്യൂ കേട്ടോ. അവിടെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. എക്കണോമിക്സ് അതേമാതിരി നമ്മുടെ റിസർവ് ബാങ്കിലൊക്കെ ഇല്ലേ, അതേ പ്രകാരം ഗവർണർ അതേ പ്രകാരമാണ് ഇതില്. കാരണം വളരെ റിനോൺഡ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും എക്കണോമിക്സ് ആയിരിക്കും ഇതില്. സോ ഹു ഹാവ് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫയേഴ്സ്, ഇന്റർനാഷണൽ ഫൈനാൻസ് മോണിറ്ററിംഗ് ഇതിൻ്റെയൊക്കെ. ദി അതർ മെമ്പേഴ്സ് ഷാൽ ബി, ഏതെല്ലാം മെമ്പേഴ്സ് ആണ് അടുത്ത വേറെ മെമ്പർ, ക്വാളിഫൈഡ് ഒരു ജഡ്ജ്, റിട്ടയർഡ് ജഡ്ജ് ഹൈക്കോടതിന്റെ. പിന്നെ അക്കൗണ്ട്സിനും ഫൈനാൻസിലും ഏറ്റവും കൂടുതൽ മിടുക്കന്മാരായുള്ള ആളുകൾ, വെരി ഗുഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. പിന്നെ എക്കണോമിക്സിൽ വളരെ വലിയ, നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒക്കെ രഘുറാം രാജൻ, ഉർജിത് പട്ടേൽ, ഇതേമാതിരി അതേമാതിരിയുള്ള ആളുകളുണ്ട്, രംഗരാജൻ, അതേമാതിരിയുള്ള പല പല. നമ്മുടെ ഇന്ത്യ വാസ് ഫോർച്യുനേറ്റ് ടു ഹാവ് ബെസ്റ്റ് പേഴ്സൺ ആൻഡ് ഈസിലി അവൈലബിൾ. ഈസിലി പറഞ്ഞാൽ വെരി വെരി റിനൗണ്ട് പേഴ്സണാലിറ്റി, അവരെയൊക്കെയാണ് ഇതിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കോളൂ എത്ര ടോട്ടൽ കേട്ടോ. പിന്നെ അടുത്തത് ഇവരുടെ ഫംഗ്ഷൻ, ഫൈനാൻസ് കമ്മീഷന്റെ ഇത്, it shall be the duty of the finance commission to make a recommendation to the president pertaining to the following matters. ഇവരുടെ ഡ്യൂട്ടി, ഫൈനാൻസ് കമ്മീഷന്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാമോ? അതായത് നമ്മുടെ ടാക്സ്, ഒന്ന് ബഡ്ജറ്റ് അലോക്കേഷൻ, ബഡ്ജറ്റിലെ നമ്മൾ ഓരോ സ്റ്റേറ്റിന് കൊടുക്കേണ്ടത് അത് ഇവരെ തീരുമാനിക്കുന്നത്. അതായത് സ്റ്റേറ്റിന്റെ വിസ്തീർണം, ചെറിയത് വലുത്, അതേമാതിരി യൂണിയൻ ടെറിട്ടറി ഇത്. പിന്നെ കലക്ഷൻ, GST, അതേമാതിരിയുള്ള വരുമാനം, സെൻട്രൽ എക്സൈസ്, സിവിൽ, ഇത് കസ്റ്റംസ്, ഇതിന്റെ ഇതല്ല, അതിന്റെ ഷെയർ, ഒരു സ്റ്റേറ്റിന്റെ ഷെയർ അത് ഇവരാണ് തീരുമാനിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ യൂണിയൻ, നമ്മുടെ ഫെഡറൽ സിസ്റ്റമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് പൈസ ഇല്ല, അവർക്ക് റവന്യൂ വളരെ ചെറുതാണ്. അതേമാതിരി മുനിസിപ്പാലിറ്റി ടാക്സേ ഉള്ളൂ, ഹൗസ് ടാക്സ്, അതൊക്കെ ശമ്പളം കൊടുക്കാൻ പോലും അവരുടെ റവന്യൂ ഇല്ല. അപ്പൊ ഇവിടുത്തെ കൊടുക്കണം ഡിസ്ട്രിബ്യൂഷൻ, അപ്പൊ GST അല്ലെങ്കിൽ മറ്റുള്ള ഇൻകം ടാക്സിന്റെ ഇതിന്റെയൊക്കെ ഷെയർ കൊടുക്കണം സ്റ്റേറ്റിന്. എന്താ കാരണം, ഇൻകം ടാക്സിൽ ജോലി ചെയ്യുന്നത് അവിടെ അല്ലേ, സ്റ്റേറ്റിലല്ലേ ആളുകൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആരായിക്കോട്ടെ, കസ്റ്റംസ് ആയിട്ട് വേറെ സ്റ്റേറ്റിലല്ലേ ചെയ്യണം. ഓരോരോ എയർപോർട്ട് ആയിക്കോട്ടെ, എയർപോർട്ട് സ്റ്റേറ്റിന്റെ ചിലപ്പോൾ ചില സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നുണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഗവൺമെന്റിന്റെ ഒക്കെ ഇതുണ്ട്. അപ്പൊ അതിൻ്റെതായ ഷെയർ നിങ്ങൾ ജസ്റ്റ് GST അതിന്റെ ഷെയർ ഓരോരോ സ്റ്റേറ്റിനും കൊടുക്കണം. അതായത് ഡിസൈഡ് ചെയ്യുന്ന ഇവരാണ്. ഓക്കെ, ദ പ്രിൻസിപ്പൽ ദാറ്റ് ഷുഡ് ഗവേൺ ഗ്രാൻഡ് ഇൻ എയ്ഡ്, സഹായം ഏതെങ്കിലും സ്റ്റേറ്റിന്. അപ്പൊ ഉദാഹരണം പറയാം, എന്താ ഗ്രാൻഡ് ഇൻ എയ്ഡ് ഉടനെ നിങ്ങൾക്ക് പ്രത്യേകം പറയാം. ആന്ധ്രാപ്രദേശ് വാസ് ബൈഫർക്കേറ്റഡ് ടു തെലുങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ്, ഇല്ലേ, AP. അവർക്ക് പുതിയ ക്യാപിറ്റൽ വേണം, പുതിയ ഹൈക്കോടതി വേണം, അവർക്ക് സെക്രട്ടേറിയറ്റ് പുതിയത് പണിയണം. അപ്പോൾ ഗവൺമെന്റ് ഗ്രാൻഡ് കൊടുക്കും, മനസ്സിലായില്ലേ? അതേമാതിരി ചില പ്രൊജക്റ്റിന് ഗ്രാൻഡ് എത്ര കൊടുക്കണം ഇതെല്ലാം തീരുമാനിക്കും ഇവരാണ്, ഇവരുടെ അപ്രൂവൽ വേണം. അതാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ്. ഗ്രാൻഡ് ഇൻ എയ്ഡ് ചിലപ്പോൾ പലിശ സഹിതം, ചിലപ്പോൾ നോമിനൽ പലിശ, ഇല്ലെങ്കിൽ പലിശ ഇല്ലാണ്ട് തന്നെ കൊടുക്കും. അതായത് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്റ്റേറ്റിന് വലിയ നാച്ചുറൽ കലാമിറ്റിയോ എന്തെങ്കിലുമൊക്കെ വന്നു വിചാരിക്കുക, അപ്പോൾ ചിലപ്പോൾ 1%, 2% നികുതി, ഇല്ലെങ്കിൽ നികുതി ഇല്ലാതെ തന്നെ, ഇൻട്രസ്റ്റ് ഇല്ലാതെ തന്നെ ഗ്രാൻഡ് ഇൻ എയ്ഡ് കൊടുക്കും കേട്ടോ. പിന്നെ ഇതെല്ലാം കൊടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്, കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തത്, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെഷേഴ്സ് നീഡഡ് ടു ഓഗ്മെന്റ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റിന് ഡിസ്ട്രിബ്യൂഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഫൈനാൻസ് കമ്മീഷനാണ്. അവിടുന്ന് സെൻട്രൽ ഗവൺമെന്റ് 10 പൈസ ഇങ്ങോട്ട് തരാന്നുണ്ടെങ്കിൽ ഇവരാണ് തീരുമാനിക്കുന്നത്, മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ ഔദാര്യമല്ല സ്റ്റേറ്റിന് അർഹതപ്പെട്ട കാര്യങ്ങൾ സ്റ്റേറ്റിന് കൊടുത്തു. കാരണം സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ ഇവിടുത്തെ മുഴുവൻ സാധനങ്ങളും അങ്ങോട്ടല്ലേ പോകണം, പല കാര്യങ്ങൾ. ഇപ്പൊ റെയിൽവേ, ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് റെയിൽവേ. ഇതിലും ഇതെന്താ ഉദാഹരണം പറയണത്? റെയിൽവേ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്, പക്ഷെ ഓടുന്നത് എവിടെയൊക്കെ? സ്റ്റേറ്റ് കൂടെ അല്ലേ ഓടുന്നത്. അതിൽ പാസഞ്ചർ എവിടെ നിന്നാണ് കയറുന്നത്? പാസഞ്ചർ കിടന്ന് സ്റ്റേറ്റിലത്തെ ആളുകളല്ലേ, അപ്പൊ അതിന്റെ ഷെയർ സ്റ്റേറ്റിന് വേണ്ടേ? ഒരു മിനിറ്റ്, റെയിൽവേ പാളം ഇതിന് പോകണം, സ്റ്റേറ്റ് കൂടെ അല്ലേ പോകണം, സ്റ്റേറ്റിന്റെ ലാൻഡ് കൂടെ അല്ലേ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടേ? ഇനിയും എക്സാമ്പിൾ വേണ്ടല്ലോ. അപ്പൊ GST. No, the commission shall use the latest census drawing the population. നോക്കൂ, ഇവിടെ പ്രത്യേകം പോപ്പുലേഷൻ, നമ്മുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു 10 കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് സെൻസസ്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തില് ഉത്തർപ്രദേശ് is the biggest state as regard population is concerned. As regard density of population is concerned, കേരള. അതേമാതിരി നോക്കണം, എല്ലാ സ്റ്റേറ്റും ഒരേമാതിരി അല്ല. അപ്പോ അതനുസരിച്ച് അതിന്റെ നമ്മുടെ മണി ഡിസ്ട്രിബ്യൂഷനും അതേമാതിരി ആയിരിക്കണം.
ഗ്രാൻഡ് ഇൻ എയ്ഡ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ വേറെ ചില ഇത് സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താ അറിയോ? നാച്ചുറൽ കലാമിറ്റീസ് വളരെ ഭയാനകമായ ചില സ്റ്റേറ്റിലുണ്ട്. നിങ്ങൾ ഒരു ഉദാഹരണം പറയാം, ജപ്പാൻ എടുക്കൂ. ജപ്പാൻ നോക്കൂ, നമ്മുടെ സ്റ്റേറ്റ് അല്ല, ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്. ഭൂകമ്പമുണ്ട്, അഗ്നിപർവ്വതമുണ്ട്, പിന്നെ എല്ലാ വിധത്തിലുള്ള കൊടുങ്കാറ്റും, മറ്റേ എന്താ പറയണ്ട, ഭൂമി കുലുക്കം. അതായത് അവിടെ 15 ദിവസമുള്ള ഒരു പ്രാവശ്യം ചെറുതും വലുതൊക്കെ ആയിട്ടാണ് ഭൂമി. അവർക്ക് സർവ്വസാധാരണയാണ് അവിടെ. അതിന്റെ ഒരു ഹിരോഷിമ, നാഗസാക്കി എല്ലാ ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ സമയത്തൊക്കെ ചില സമയത്ത് അതേമാതിരി ചില നമ്മുടെ ഇന്ത്യയില് ചില കോശി റിവർ, അതേമാതിരി അവിടെ വെള്ളപ്പൊക്കം ബീഹാറിൽ, അതേമാതിരി വളരെ ദുരിതം അനുഭവിക്കുന്ന ഓരോ സമയം ബ്രഹ്മപുത്ര, അതേമാതിരി അങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് ചില സമയത്ത് ഗ്രാൻഡോ ലോണോ അതൊക്കെ കൊടുക്കേണ്ടതും എത്ര കൊടുക്കണമൊക്കെ തീരുമാനിക്കുന്നത് ഫൈനാൻസ് കമ്മീഷനാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് റെക്കമെൻഡ് ചെയ്യും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മറന്നു പോകാനുണ്ട്. അതായത് ഇവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഫൈനാൻസ് കമ്മീഷൻ ഓരോരോ ടേബിൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ആ ടേബിൾ നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രി സബ്മിറ്റ് ചെയ്യും. അതായത് റവന്യൂ, എക്സ്പെൻഡിച്ചർ, എക്കണോമിക് അഫയേഴ്സ്, ഇതൊക്കെ ഓരോന്ന് എത്ര വേണം, ഇൻഡസ്ട്രീസിൽ എത്ര നമ്മൾ ചെയ്യണം, എത്ര ഗ്രാൻഡ് ഓരോരുത്തർ ഇത് ചെയ്യണം, യൂണിവേഴ്സിറ്റിക്ക് എത്ര പൈസ കൊടുക്കണം, ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് എത്ര കൊടുക്കണം, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്ററിന് എത്ര കൊടുക്കണം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഇമ്പോർട്ടൻസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഇതിലും ഇത് പ്രാധാന്യം എന്താണ്? അപ്പോൾ ദ കമ്മീഷൻ ഷാൽ യൂസ് ദ ലേറ്റസ്റ്റ് സെൻസസ് ഫോർ ഡ്രോയിങ് ദ പോപ്പുലേഷൻ. അപ്പോൾ പുതിയ സെൻസസ് ആണ്. പിന്നെ പ്രൊസീജിയർ ഓഫ് വർക്കിംഗ്, എന്ന് വെച്ചാൽ ദി വർക്ക് ഓഫ് ദ ഫൈനാൻസ് കമ്മീഷൻ സ്റ്റാർട്ട്സ് സൂൺ ആഫ്റ്റർ ദ ഗവൺമെന്റ് അനൗൺസസ് ഇറ്റ്സ് കമ്പോസിഷൻ ആൻഡ് ടേംസ് ഓഫ് റെഫറൻസ്. ഫൈനാൻസ് കമ്മീഷൻ അതായത് ഓരോ 5 കൊല്ലത്തിനാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് തീരുമാനിക്കും, ഇതാണ് ചെയർമാൻ, ഇതാണ് മെമ്പേഴ്സ്, ഇതാണ് എന്ന് തീരുമാനിച്ചോ അന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഇയർലി റിപ്പോർട്ട് കൊടുക്കണം പ്രസിഡന്റിന്. അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് നമ്മുടെ ബഡ്ജറ്റ്, നാഷണൽ ബഡ്ജറ്റ്. അതിലാണ് അലോക്കേഷൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒറീസയ്ക്ക് ഇത്ര, തമിഴ്നാടിന് ഇത്ര, അതൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ വളരെ മിടുക്കന്മാരായുള്ള ആളുകളെ ഉണ്ടാവും. പിന്നെ ഇൻ ദി ഫസ്റ്റ് ഫേസ് ദി കമ്മീഷൻ അഡ്രസ്സസ് ലെറ്റേഴ്സ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ്കിംഗ് ദാറ്റ്. ഇപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ അറിയാമോ? ആദ്യം നമ്മൾ ഓരോരോ സ്റ്റേറ്റ് ഗവൺമെന്റിന് യൂണിയൻ ടെറിട്ടറിക്ക് ലെറ്റർ എഴുതും. നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അടുത്ത 5 കൊല്ലത്തിന്. നോക്കൂ, ഇവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രൊജക്ട് ഉണ്ട്, ലോങ് പെർസ്പെക്റ്റീവ് പ്ലാൻ, ലോങ് റൺ, ഇപ്പോൾ ഹൈവേ ഉണ്ടാക്കണോ, ബ്രിഡ്ജ് ഉണ്ടാക്കണോ, വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ, അതെല്ലാം ഇവിടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചോദിക്കും ഓരോരോ സ്റ്റേറ്റിനും, ഓരോരോ യൂണിറ്റ്. അപ്പൊ അവർ പറയും ഞങ്ങൾക്ക് ആ ഡാം പണിയണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയണം, റിയാക്ടർ വേണം, മറ്റേ ഇങ്ങനെ നാഷണൽ ഹൈവേസ് ഒക്കെ ഉണ്ടല്ലോ, പല പല കാര്യങ്ങൾ, എയർപോർട്ട് അല്ലെങ്കിൽ പുതിയ എയർപോർട്ട്സ്, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പൊ അവരുടെ എസ്റ്റിമേറ്റ് കൺസോളിഡേറ്റ് ചെയ്യും ഓരോ സ്റ്റേറ്റിന്റെ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ തീരുമാനിക്കുന്നത്. സോ ദ കമ്മീഷൻ ഓൾസോ ഹിയർസ് ആൻഡ് റിസീവ്സ് മെമ്മോറാണ്ടം പെർട്ടൈനിങ് ടു ഫൈനാൻസ് ഫ്രം ഇൻഡസ്ട്രി ആൻഡ് ബാങ്ക്. ഈ കമ്മീഷൻ എന്താ ചെയ്യണം അറിയോ? ഇൻഡസ്ട്രീസിന്, ഓട്ടോമൊബൈലിന്, ഇൻഷുറൻസിന്, അതേമാതിരി എല്ലാ സെക്ടറിൽ നിന്നും, മിഡിൽ എന്താ പറയണ്ടേ, ലാർജ് ഇൻഡസ്ട്രീസ്, മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇവരുടെ നിന്നൊക്കെ ഇൻപുട്ട് കളക്ട് ചെയ്യും. അതനുസരിച്ചിട്ടാണ് ഇവർ റെക്കമെൻഡേഷൻ ചെയ്യുക. ഇനി അടുത്തത് ദ കമ്മീഷൻ മീറ്റ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്ലാനിംഗ് കമ്മീഷൻ, നിതി ആയോഗിന്റെ മീറ്റിംഗ് ഡൽഹിയിലായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഓരോരോ സ്റ്റേറ്റിന്റെയും ബഡ്ജറ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ചീഫ് മിനിസ്റ്ററും ഫൈനാൻസ് മിനിസ്റ്ററും കൂടി അവിടെ പോകും ഡൽഹിയിൽ. എന്നിട്ട് അവരോട് കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഫൈനലൈസ് ചെയ്യുക. ഓരോരോ ഇതും സ്റ്റേറ്റിന്റെയും ആനുവൽ ബഡ്ജറ്റ് ഈസ് ടു ബി അപ്രൂവ്ഡ് ബൈ ദ നിതി ആയോഗ്. ആ സമയത്ത് മീറ്റിംഗില് സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്ററും സ്റ്റേറ്റിന്റെ ഫൈനാൻസ് മിനിസ്റ്ററും ഫൈനാൻസ് സെക്രട്ടറിയും കൂടി പോവും. എന്നിട്ടാണ് അല്ല സാറേ ഇത്ര വേണം, ഞങ്ങൾക്ക് ഇതും കൂടി വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയും. പിന്നെ അപ്പോ അതനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ ചില സമയത്ത് നമ്മൾ 4000 ചോദിച്ചാൽ ചിലപ്പോൾ 2000 ഉണ്ടാവും. മനസ്സിലായേ? പക്ഷെ എങ്കിലും ഇത് ചോദിക്കും. പിന്നെ അതൊന്ന്. പിന്നെ വേറൊരു കാര്യം, ദി പ്രസിഡന്റ് then recommends the same for consideration and implementation by the union government. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ റെക്കമെൻഡേഷൻ ഇവരുടെ ഇത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന് റിപ്പോർട്ട് കൊടുക്കും. പ്രസിഡന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്താ ചെയ്യുക, അയാളുടെ കൺസെന്റോട് കൂടി, അസന്റോട് കൂടി യൂണിയൻ ഗവൺമെന്റിനെ കൊടുക്കും, സബ്മിറ്റ് ചെയ്യും ഫോർ ഫർദർ റിവ്യൂ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അങ്ങനെയാണ് അത് പിന്നീട് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ എൻ്റെ അടുത്ത് വരുന്നതും അത് നമ്മളെ
പിന്നെ എന്താ പറയണ്ടത്, പിന്നീട് അത് ബഡ്ജറ്റായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ഫൈനാൻസ് നമ്മുടെ നിതി ആയോഗ് ഇതേമാതിരി ഫൈനാൻസ് കമ്മീഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഫോർ എക്സിക്യൂട്ടിംഗ് വേരിയസ് പ്രൊജക്ട്സ് ഇൻ ഇന്ത്യ. Okay, that is the thing which I want to tell you. Thank you very much.